നമസ്കാരം പ്രിയപ്പെട്ടവരെ. ഇന്ത്യയിൽ ഇപ്പോൾ സമയം 10 മണി കഴിഞ്ഞ് 45 ആവുകയാണ്. സൗദി അറേബ്യയിൽ, ഖത്തറിൽ, ബഹ്റിനിൽ, കുവൈറ്റിൽ 8 മണി കഴിഞ്ഞ് 15, യു എയിലും ഒമാനിലും 9 മണി കഴിഞ്ഞ് 15 ഞങ്ങൾ 15 ചെറിയ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കാരണം താമസിച്ചാണ് കയറുന്നത്. അറേബ്യൻ കോമഡി ഉത്സവത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരെയും സ്വാഗതം ചെയ്യുകയാണ്. മിഡിൽ ഈസ്റ്റിലെ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള അറേബ്യൻ കോമഡി ഉത്സവത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള കലാകാരന്മാർ ചേരുന്നു. അതിൽ കോമഡി ഉത്സവം എന്ന ടെലിവിഷൻ പ്രോഗ്രാമിൽ, ഫ്ലവേഴ്സ് ചാനലിന്റെ പ്രോഗ്രാമിൽ ഒന്നിലധികം തവണ പങ്കെടുത്ത പ്രതിഭാധനരായ കലാകാരന്മാരാണ് ഈ രാത്രിയിൽ നമുക്കൊപ്പം ഇരിക്കുന്നത്. നമുക്ക് സ്വാഗതം ചെയ്യാം എല്ലാവരെയും. അല്പസമയത്തിനകം സൗദി അറേബ്യയുടെ പ്രിയപ്പെട്ട ഗായിക ആശ ഷിജു നമുക്കൊപ്പം ചേരും എന്നുള്ള പ്രതീക്ഷയാണ്. ഒപ്പം ഇതിനകം തന്നെ അനുഗ്രഹീതനായ കലാകാരൻ, സാക്സോഫോൺ കലാകാരൻ ഖൈസ് റഷീദ് ദമാമിൽ നിന്ന് ചേർന്നിട്ടുണ്ട്. വിഷ്ണു കടമ്പനാടൻ ബുറൈദയിൽ നിന്നാണ്, സൗദി അറേബ്യയിലെ ബുറൈദയിൽ നിന്നാണ് നമുക്കൊപ്പം ജോയിൻ ചെയ്ത് കഴിഞ്ഞിരിക്കുന്നത്. ഒപ്പം ഫസിൽ ഓച്ചിറ മക്കയിൽ നിന്ന്, സൗദി അറേബ്യയിലെ മക്കയിൽ നിന്ന് നമുക്കൊപ്പം ചേർന്ന് കഴിഞ്ഞു. ഇന്ന് നമുക്ക് സംഗീതവും സാക്സോഫോണും പാട്ടും കോമഡിയും ഒക്കെ ആയ ഒരു തകർപ്പൻ പരിപാടിയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു ഞങ്ങളുടെ ഈ കോമഡി ഉത്സവത്തിലേക്ക്. എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു സാക്സോഫോണൊക്കെ കേട്ട്, ഇവിടെ മക്കയിലൊക്കെ ചെറിയ മഴക്കോളം, നല്ല ചെറിയ ചാറ്റി മഴയൊക്കെ ഉണ്ട്, മഴക്കോളൊക്കെയാണ്. സൗദിയുടെ വിവിധ ഭാഗങ്ങളിൽ മഴയും തണുപ്പും ഒക്കെയാണ്. അപ്പോ നമുക്കൊരു പതിയെ ഒരു സാക്സോഫോണിന്റെ മ്യൂസിക്കിൽ ഇങ്ങനെ അതിന്റെ താളത്തിൽ പതിയെ അങ്ങ് തുടങ്ങാമെന്ന് വിചാരിക്കുകയാണ്. ഖൈസ് റഷീദ്, നമസ്കാരം. ഖൈസെ, പെരുന്നാളിന്റെ ആ ഒരു ഹാങ് ഓവർ അങ്ങോട്ട് വിട്ടിട്ടില്ല. നമ്മള് ഇങ്ങനെ പെരുന്നാളിന് തൊട്ടടുത്ത ദിവസം, ഇപ്പൊ ഇന്നും നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവരും എല്ലാവരും ഇങ്ങനെ പെരുന്നാളിന്റെ ഒരു ഹാങ് ഓവറിലാണ് എന്ന് പറയാം, അല്ലേ? അതെ, ഇങ്ങനൊരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചതിൽ വളരെയധികം സന്തോഷം. നമ്മുടെ മറ്റു സുഹൃത്തുക്കളായ എല്ലാവരും ഉണ്ടല്ലോ, വിഷ്ണു, ഫാസിൽ, ആശ, ഇവിടെ നമ്മുടെ ഗ്രൂപ്പായുടെ ഒരു ആങ്കറിങ് കൂടെ ആകുമ്പോൾ അതൊരു വളരെ ഭംഗിയാവും. അപ്പൊ കുറച്ച് സംഗീതവും അതെ പാട്ടും തമാശയും ഒക്കെ ആയിട്ട് ഇങ്ങനെ നമുക്ക് ഈ പെരുന്നാൾ ആഘോഷം തുടരാം ഇങ്ങനെ. അപ്പൊ ഖൈസ് തന്നെ അങ്ങ് തുടങ്ങുമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഖൈസ് അങ്ങ് തുടങ്ങിക്കോളൂ. ചാർലിയും ജോയിൻ ചെയ്തിട്ടുണ്ട്. ചാർലി കല്ലു, ഹായ്. ചാർലി ഒരു ഗംഭീര തൊപ്പിയൊക്കെ വെച്ചിട്ടാണ് ഇരിക്കുന്നത്. അത് നമ്മള് ഇവിടെ മുടിയൊക്കെ വെട്ടിയായിരുന്നേ. ഓക്കെ ലോക്ക്ഡൌൺ അങ്ങ് തകർത്ത് മുടിയൊക്കെ വെട്ടി. നമസ്കാരം. നമസ്കാരം ഫൈസല, എന്തുണ്ട്? ചാർലിയെ കിട്ടണമെങ്കിൽ ഇല്ല, കണ്ടിട്ടില്ല. ഞാൻ കുറച്ച് പ്രോബ്ലം. നമ്മള് ഓഡീഷന് പോയതിന്റെ തൊട്ട് മുമ്പത്തെ ഓഡീഷന് ചാർലി ഉണ്ടായിരുന്നോ? കാണാൻ പറ്റിയിട്ടില്ല. പക്ഷെ വിഷ്ണു രണ്ടാമത് എഴുതിയില്ല. ഞാൻ അവിടെ ഉള്ള സമയത്ത് ചാർലി ഉണ്ടായിരുന്നു. ചാർലി ചേട്ടാ നമസ്കാരം. നമസ്കാരം. റേഞ്ച് കുറച്ച് ഒരു അതിന്റെ ഒരു പ്രശ്നമുണ്ട്, അതാണ്. അത് പറഞ്ഞിരുന്നു. ചാർലി നമ്മുടെ സിനിമയിലെ ചാർലിയെ പോലെ തന്നെയാണ്. ഭയങ്കര ടൂറാണെന്നാ തോന്നുന്നത്. ഒരു സ്ഥലത്തും നിൽക്കില്ല. കഴിഞ്ഞ പ്രാവശ്യം ഒമാനിൽ നിന്നാ ജോയിൻ ചെയ്തത്. ഇപ്പൊ യു എയിൽ എത്തിയെന്നാ തോന്നുന്നു. ദുബായിൽ എത്തിയെന്നാണ് തോന്നുന്നത്. ഇല്ല, ദുബായിൽ എത്തിയിട്ടില്ല. ഇപ്പൊ ഒമാനിൽ തന്നെയുള്ളത്. ഒമാനിൽ തന്നെയാണ്. ഫസിലാണ് ഈ ആൾക്കാരെ മൊത്തം പറ്റിയത്. അല്ലല്ല, ഓൾറെഡി ദുബായിലാണ്. അവന് ലോക്ക്ഡൌൺ കഴിഞ്ഞിട്ട് ദുബായിലോട്ട് പോകുന്നല്ലേ അറിയിച്ചിരുന്നത്. ഓക്കെ. അപ്പൊ ഏതായാലും ദുബായ്, ഒമാൻ ദുബായ്. അപ്പം ചാർലിയുടെ കറക്കങ്ങൾ തുടരുമ്പോ നമുക്ക് ഞാൻ നാട്ടില് തൃശ്ശൂരാണ്. തൃശ്ശൂര് കല്ലൂര് എന്ന് പറയും. ആമ്പല്ലൂര് പാലിയേക്കര ടോൾ ഗേറ്റ് ഒക്കെ അറിയില്ലേ? അതിന്റെ അടുത്ത്. അറിയാം. എന്റെ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് നമുക്ക് വിശേഷങ്ങൾ പറഞ്ഞു പോവാം. അതെ, നമുക്ക് ഖൈസ് റഷീദിന്റെ മനോഹരമായ താളത്തിൽ, ഈണത്തിൽ നമുക്ക് അങ്ങോട്ട് തുടങ്ങാമെന്ന് തോന്നുന്നു നമ്മുടെ ഈ അറേബ്യൻ കോമഡി ഉത്സവം ആഘോഷം, പെരുന്നാൾ ആഘോഷം. എന്തായാലും തുടങ്ങും. എന്തായാലും റേഞ്ച് കുറച്ച് ഇങ്ങനെ പ്രശ്നമാണ്. അതാണ് ഇവിടെ വളരെ റേഞ്ച് കുറവുള്ള ഏരിയ ആണത്. ഓൾ ദി ബെസ്റ്റ്, പൊളിക്കുക കേട്ടോ. താങ്ക് യു. നമുക്ക് സന്തോഷം പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റിയ വളരെ കാര്യം. ഞാൻ എന്തായാലും പ്ലേ ഒന്ന് എണിച്ചു നിൽക്കുന്നുണ്ട്.
പ്ലേ ചെയ്യാൻ തുടങ്ങി. ഓക്കെ ഓക്കെ, നമുക്ക് മലയാളികളുടെ ഒരു പഴയ ഓർമ്മ പുതുക്കാൻ വേണ്ടിയിട്ട് പഴയൊരു മൈനാകം എന്നൊരു സോങ്ങിൽ തുടങ്ങി. പൊളിക്കും അത്. സൂപ്പർ. ശ്യാം സാറിന്റെ സംഗീതത്തിലുള്ള കൃഷ്ണ ഗംഭീരം. മൈനാകം. ഷാർലി റഷീദ് ദമാമിൽ നിന്ന് അനുഗ്രഹീതനായ സാക്സോഫോൺ കലാകാരൻ മൈനാകം എന്ന പാട്ട് നമുക്ക് വേണ്ടി വായിക്കുന്നു. ഓഡിയോ കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് എല്ലാം. തകർത്തു മൈനാകം തകർത്തു. സൂപ്പർ സൂപ്പർ സൂപ്പർ. പൊളിച്ചിക്കാ. സൂപ്പർ പൊളിച്ച്. അതെ, അങ്ങനെ ഖൈസ് റഷീദിന്റെ മൈനാകത്തോട് കൂടി നമ്മൾ അങ്ങോട്ട് ഈ അറേബ്യൻ കോമഡി ഉത്സവം നമ്മൾ അങ്ങോട്ട് തുടങ്ങി, നമ്മൾ അങ്ങോട്ട് മുമ്പോട്ട് പോയാണ്. ആശ ഷിജു ജദ്ദയിൽ നിന്ന്, സൗദി അറേബ്യയിലെ ജദ്ദയിൽ നിന്ന് ജോയിൻ ചെയ്ത് കഴിഞ്ഞു. ആശ കോമഡി ഉത്സവത്തിലേക്ക്. നമസ്കാരം ആശ, വെൽക്കം. ആശ കോമഡി ഉത്സവത്തിലേക്ക് പോയത് അവിടെ ആശ ശരിക്കും സൗദി അറേബ്യയിലെ വേദികളിൽ നിറയുന്ന
ഈ സംഗീതത്തിന്റെ നിറസാന്നിധ്യമാണ്. മിക്കവാറും വേദികളിൽ, അതായത് ഇത്തരത്തിലുള്ള വലിയ വേദികളിലൊക്കെ നമുക്ക് ആശയെ കാണാം. പക്ഷെ കോമഡി ഉത്സവത്തിലേക്ക് വന്നപ്പോൾ ലതാ മങ്കേഷ്കറിന്റെ പാട്ട് പാടിക്കൊണ്ട് ആ ശബ്ദം അനുകരിച്ചുകൊണ്ട് കൂടിയാണ് ആശ കോമഡി ഉത്സവത്തിലേക്ക് പോയത്. ആശയുടെ ഒരു പ്രത്യേകത ബഹുഭാഷകളിൽ പാടുമെന്നുള്ളതാണ്. ബംഗാളിയോ ശ്രീലങ്കനോ അങ്ങനെ ഈ നമുക്ക് തന്നെ ചിലപ്പോ അത്ഭുതം തോന്നുന്ന തരത്തിലുള്ള ഭാഷാ പ്രാവീണ്യമുള്ള ആ ഭാഷകളിലൊക്കെ പാടുന്ന ഗായികയാണ് ആശ. ഷിജു ജദ്ദയിൽ നിന്ന് ആശ ഷിജു കൂടി ചേരുകയാണ് നമുക്കൊപ്പം. ആശ, ഒരു സംശയം ചോദിക്കട്ടെ. അതായത് നമ്മുടെ ഈ ഫോൺ നമുക്ക് ഈ ലാൻഡ്സ്കേപ്പ് മോഡിലേക്ക് വെക്കാൻ എന്തെങ്കിലും സാധ്യതയുണ്ടോ? അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഫ്രെയിം കുറച്ചും കൂടി ഭംഗിയായിരുന്നേനെന്ന് തോന്നുന്നു. നമ്മള് ഈ ഹൊറിസോണ്ടലായി വെക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടോ? ഈ പോകുന്ന കുഴപ്പമില്ല, ഇതിനെ ഇൻ ബിറ്റ്വീൻ ട്രൈ ചെയ്താൽ മതി. നമുക്കപ്പോ ഞാൻ ആശ കംഫർട്ടബിൾ ആകുമ്പോഴേക്കും എനിക്ക് തോന്നുന്നു വിഷ്ണു കടമ്പനാടൻ അവിടെ റെഡി ആയിട്ടിരിക്കുകയാണ്. വിഷ്ണുവിനോട് പറഞ്ഞു ഞാൻ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് ഇങ്ങനെ പ്രോഗ്രാമിലേക്ക് ജോയിൻ ചെയ്യാൻ വേണ്ടി കുറച്ച് പെട്ടെന്ന് ഇങ്ങനെ വന്ന് ജോയിൻ ചെയ്യായിരുന്നു. എങ്കിലും വളരെ കൂളായിട്ട് വിഷ്ണു ഇതിനൊക്കെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഇങ്ങനെ മുമ്പോട്ട് പോവുകയാണ്. എനിക്ക് തോന്നുന്നു ആതിഥേയന്റെ ഒരു റോളും കൂടെ ഏറ്റെടുത്ത് മുമ്പോട്ട് പോവുകയാണ് വിഷ്ണു. വിഷ്ണു, വെൽക്കം. നമസ്കാരം. ഈ അറേബ്യൻ ഉത്സവത്തിലേക്ക് വിഷ്ണുവിനെ വളരെ സ്നേഹത്തോടെ വലിയ സന്തോഷം. ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ പറ്റിയത് വലിയ സന്തോഷം. അതെ, നമ്മൾ മൈനാകത്തിൽ തുടങ്ങി. അപ്പൊ വിഷ്ണു എങ്ങനെയാണ് നമുക്ക് വിഷ്ണു വഴി നമ്മൾ എങ്ങനെയാണ് ഈ അറേബ്യൻ കോമഡി ഉത്സവം മുമ്പോട്ട് പോകുന്നത്? വിഷ്ണുവിലൂടെ എങ്ങനെയാണ് ഇത് മുമ്പോട്ട് പോകുന്നത്? നമുക്ക് ഇഷ്ടം പോലെ സിനിമാ താരങ്ങൾ നമ്മുടെ ലിസ്റ്റിൽ ഇങ്ങനെ കിടക്കുന്നുണ്ട്. നമ്മുടെ ആവനാഴിയിലെ അസ്ത്രങ്ങൾ അല്ലെങ്കിൽ പിന്നെ ബാങ്കിൽ സുരക്ഷിതമായിട്ടുണ്ട്. അതിൽ തന്നെ വിഷ്ണു ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണനെയും വിനയ് ഫോർട്ടിനെയൊക്കെയാണ് ഏറ്റവും മനോഹരമായി അനുകരിക്കുന്നതായി കണ്ടിട്ടുള്ളതും ഇങ്ങനെ വായിച്ചിട്ടുള്ളതും ഒക്കെ. അപ്പോ എനിക്ക് തോന്നുന്നു വിഷ്ണു, നമുക്ക് ഈ ഒടുവിൽ ഉണ്ണികൃഷ്ണനിലൊക്കെ തുടങ്ങാമെന്ന് തോന്നുന്നു. നമുക്ക് വലിയ സന്തോഷമാണ് ഒടുവിലിന്റെ ഒക്കെ ചെയ്യുമ്പോഴേ. നല്ല കലാകാരൻ. അല്ല, നമ്മള് മലയാള സിനിമയില് പേരിൽ ഒടുവിലാണെങ്കിൽ അഭിനയത്തിൽ ഒന്നാമതായി നിന്ന കലാകാരനാണ് നമ്മുടെ ഒടുവിൽ. അതെ, തീർച്ചയായിട്ടും. അതെ, അദ്ദേഹത്തിന്റെ 1-2 സിനിമയ്ക്കകത്ത് 1-2 ഡയലോഗ് ഒന്ന് ചെയ്യാം. ഓക്കെ വിഷ്ണു, ഓക്കെ. അങ്ങോട്ട് വന്ന കാഴ്ച കാണാൻ വയ്യ, മനസ്സിൽ ദൈവങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു ചിത്രമുണ്ട്. അതങ്ങനെ തന്നെ നോട്ടെ, തനിക്ക് തരാൻ, തന്നോട് പറയാൻ എന്റെ കയ്യിൽ ഒന്നുമില്ലടോ ദില. നാവാമുകുന്ദന് കൊടുത്തതിന്റെ ബാക്കി ഇച്ചിരി നിവേദിയുണ്ട്, അതങ്ങോട്ട് സ്വീകരിക്കുക. ഓട എന്നുള്ള പടത്തിൽ നിന്ന് സത്യമാഷ് റിക്ഷ വണ്ടി ഒറ്റക്കാല് കുടിക്കുന്നത് അടി ഒറ്റക്കൈ കുടിക്കുന്ന പിടിച്ച് ആ ബീഡി കത്തിക്കുന്ന ഒരു സീനുണ്ട്. ആ ബീഡി ആര് കൊടുത്തതാ? ഞാൻ കൊടുത്തതാ. താങ്ക് യു. തകർപ്പൻ. അടിപൊളി. അപ്പോ ഒടുവിൽ ഉണ്ണികൃഷ്ണനിൽ നിന്ന് നമുക്ക് അടുത്തൊരു കലാകാരനിലേക്ക് പോകാമോ വിഷ്ണു? നമുക്ക് അത് അടുത്ത ഫൈസല് ഒക്കെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ? ചെയ്തോ, നമ്മളിവിടെ ഉണ്ട്. നിങ്ങളെങ്ങനെ ലീഡർഷിപ്പ് ചെയ്തിട്ട് നമ്മളിവിടെ നിൽക്കാം. ഇല്ല, ഗുരുക്കന്മാരുള്ളപ്പോഴേ ശിഷ്യന്മാര് ഒരിക്കലും പറയാൻ പാടില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇങ്ങനൊന്നും പറഞ്ഞു പഠിക്കരുത് വിഷ്ണു. അതെ, ഞാൻ ഏതായാലും ഫസലിലേക്ക് പോകുന്നു. നമുക്ക് ഒമാനിലൊന്നും പോയിട്ടില്ല. അവിടെയാണെങ്കിൽ റേഞ്ചും കുറവാണെന്നാണ് തോന്നുന്നത്. ചാർലി മുമ്പ് ഒരു പ്രാവശ്യം വന്നിരുന്നു. ചാർലി ഞെട്ടിച്ചിട്ടാണ്. അല്ലല്ല, അവര് ചെയ്യട്ടെ, നമുക്ക് ലാസ്റ്റ് ചെയ്യാം. ചാർലി വിചാരിക്കുന്നത് ലാസ്റ്റ് ആകുമ്പോൾ റേഞ്ച് കയറി വരുമെന്നാണ്. പക്ഷെ ഇനി റേഞ്ച് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ അതാണ് ഞങ്ങളുടെ പേടി. ഒരു കാര്യം ചെയ്യ്, നമ്മുടെ മണിച്ചേട്ടന്റെ ഒരു പാട്ടിലങ്ങ് തുടങ്ങാം. മണിച്ചേട്ടന്റെ പാട്ടില് അത് പൊളിക്കും. അപ്പൊ മണിച്ചേട്ടന്റെ പാട്ട് പിന്നെ ഞങ്ങൾ പാടുന്നില്ല, കുറച്ച് പാടാം. മണിച്ചേട്ടന്റെ പാട്ടിലോട്ട് നമ്മൾ പോകുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സുഹൃത്തുക്കൾ കുറെ പേര് കണ്ടുകൊണ്ടിരിക്കുന്നവരെ അയക്കുന്ന മെസ്സേജുകൾ. മണിലാൽ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ബോബി ഓണാട്ട് ബാംഗ്ലൂർ അറേബ്യൻ കോമഡി ഉത്സവത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കലാകാരന്മാർക്കും എന്റെ അഭിനന്ദനങ്ങളെന്ന്. ശ്രീജിത്ത് നായർ, വിഷ്ണു അടിപൊളിയാണ് എന്ന്. വിഷ്ണു ടി പിള്ളൈ എന്റെ അന്വേഷണം. ശ്രീജിത്ത് നായർ, ബാംഗ്ലൂരുള്ള ശ്രീജിത്തിന്റെ കൂടെ വിഷ്ണു വർക്ക് ചെയ്തിരുന്നു എന്നാണ് ശ്രീജിത്ത് മെസ്സേജ് ചെയ്യുന്നത്. നിയാസ് നിനു മെസ്സേജ് അയക്കുന്നു.
റജീബ് ഖാൻ ഫസൽ ഇന്നലെ ഒരു പ്രോഗ്രാം ഏറ്റ് ഞങ്ങളെ ചതിച്ചു. ആഹാ, അപ്പൊ ഇന്നലെ ജിദ്ദയില് പ്രോഗ്രാമിന് പോയില്ല, ജിദ്ദയില് കറങ്ങുന്നു എന്നാണ് നമ്മൾ അറിഞ്ഞത്. നിയാസിനു ഞാൻ വരാൻ കുറച്ച് വൈകിപ്പോയോ എന്ന്. നിയാസെ ഒട്ടും വൈകിട്ടില്ല. അതാ ഇവിടെ നമ്മളവിടെ പ്രോഗ്രാംസ് അങ്ങോട്ട് തുടങ്ങിയിട്ടേ ഉള്ളൂ. ഇനിയിപ്പാണ് വെടിക്കെട്ട് വരേണ്ടത്. റജീവിന്റെ വലിയ വേദികൾ നമ്മൾ ചെല്ലുന്നതായിരിക്കും തീർച്ചയായിട്ടും. ഇന്നത്തെ അസൗകര്യം കൊണ്ട് എത്തിപ്പെടാൻ പറ്റാഞ്ഞതാണ്. റജീവൊക്കെ വലിയ കലാകാരനല്ലേ? അതെ അതെ അതെ, റജീവ് അപ്പം വലിയ വലിയ പ്രോഗ്രാമുകളിൽ ഇനി വീണ്ടും ഒരുമിച്ച് കൂടാം എന്നാണ് ഫസൽ ഇവിടെ ഇരുന്ന് പറയുന്നത്. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, കലാഭവൻ മണിയിലോട്ട് പോവാം. കലാഭവൻ മണിയുടെ പാട്ടിൽ നമുക്കൊന്ന് കയറി തകർക്കാം. റേഞ്ച് വളരെ വിട്ടുവിട്ട് പോവാണ് കേട്ടോ. എന്തായാലും ഞാൻ പാടാം, കേൾക്കാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല കേട്ടാ. നന്നായി കേൾക്കാം. ഒരുപാട് സന്തോഷമായി മക്കളെ. എന്താ പറയാ, മണിച്ചേട്ടനെ കാണാൻ വേണ്ടി എത്ര പേരെ വെയിറ്റ് ചെയ്ത് നിൽക്കണം അല്ലേ? അപ്പൊ നമുക്ക് ഈദ് മുബാറക്ക് പറഞ്ഞിട്ട് തുടങ്ങിയാലോ? എല്ലാവരും ഓക്കെ അല്ലേ? എന്തെങ്കിലും വെറുതെ ഇരിക്കണേ? ആരാലുമാവാത്ത കാലത്തോ ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100 നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിടുമ്പോ കിക്കർ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. ആരാരുമാവാത്ത കാലത്ത് ഞാനൊന്ന് ഓട്ടി നടന്നു വണ്ടി, എന്റെ കുടുംബത്തിൽ പട്ടിണി മാറ്റിയ ദൈവമാണോട്ടോ വണ്ടി. 100 നോട്ടിന് രാപ്പകലില്ലാതെ നെട്ടോട്ടം ഓടിയിടുമ്പോ കിക്കർ വലിച്ചെന്റെ കൈയും നടുവും തളർത്തിയൊരോട്ടോ വണ്ടി. എല്ലുമുറുകെ പണിയെടുത്തു കപ്പ കട്ടം കുടിച്ച കാലം, പള്ള നേരക്കൻ വഴിയിൽ അതൊന്നു നടന്നൊരു കുട്ടിക്കാലം. കഷ്ടപ്പാടു കണ്ടു ദൈവം തന്നെ വിധി മാറ്റി എഴുതിയപ്പോ കഷ്ടപ്പെടുന്ന മനസ്സുകളൊന്നും തിരിച്ചറിയുമെന്ന് ഞാൻ. എന്റെ നിറം കറുത്തൊരു പാന്റ് പൊഴിഞ്ഞ ജുബയിലേക്ക് ഓട്ടോന്റെ ഡിക്കിയിൽ വെച്ചത് ഓർത്തു ഞാൻ എന്നും കരഞ്ഞു പോകും. തേച്ചാലും മാച്ചാലും ജീവചരിത്രം മനസ്സിന് മായുകില്ല. ഈ ചാലക്കുടിക്കാരൻ ചാലക്കുടി നാട് വിട്ടൊന്നും പോകുകില്ല. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷമായി മക്കളെ. എന്തായാലും ഇങ്ങനെ ഒരു മീറ്റിങ്ങില് മണിച്ചേട്ടനെ വിളിച്ചതിലും ഇങ്ങനെ രണ്ടുപേരും പാടാൻ പറ്റിയതിലും ഒരുപാട് സന്തോഷം. അപ്പൊ എല്ലാവരും അടിപൊളി കേട്ടാ. താങ്ക് യു. ഡബിൾ ഓക്കെ. എനിക്ക് ഇതിനകത്ത് സൗണ്ട് ഒന്ന് കേൾക്കണം. ഏതാ ചോട്ടാ മുംബൈയില് കലാഭവൻ മണി പറയുന്നതിന്റെ ഡയലോഗ് ഞാൻ ചെയ്യുന്ന വീഡിയോ കണ്ടിട്ടുണ്ട്. നിങ്ങളിപ്പോ വായിച്ച വേദപുസ്തകത്തിലെ ദുഷ്ടനും അധർമ്മയും ശത്രു ഞാൻ തന്നെയാ. പേര് നടേശൻ. സത്യവും ധർമ്മവും നോക്കുന്ന ഒരുപാട് ദൈവപുത്രന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. അവർക്കെതിരെ ഒരു ചെറുത്തനെങ്കിലും വേണ്ടേ? തനിക്കറിയോ, ഞാൻ വളരെ താഴ്ന്ന നിലയിൽ നിന്ന് കഷ്ടപ്പെട്ടാ ഇവിടെ വരെ എത്തിയത്. പറയാൻ കൊള്ളാത്തമായ ഒരുപാട് വിചിന്തിക്കുന്നുണ്ട്. CA മോഹൻദാസ് എന്റെ മെക്കെട്ട് കയറിയോടെ ഞാനവനെ കൊന്ന. ഇനി അതിന്റെ പേരിൽ കോടതിയിൽ സാക്ഷി പറയാനൊന്നും പോണ്ട. അഥവാ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാ തന്നെ ആദ്യം ഞാനായിരിക്കും. തന്റെ മരണം കണ്ട് മനസ്സൊന്ന് പഠിച്ചു നിൽക്കുമ്പോ നിന്റെ മകനെയും ഞാനല്ലോ. ഇത് രണ്ടു കുത്തി കളിപ്പുറത്ത് ഒമാനിലെ പിള്ളേർ പറയുന്ന വാക്കല്ല. നാട്ടേശം വന്നിരിക്കും. പോവാടാ. താങ്ക് യു. ഹലോ, ചാർലി പൊളിച്ചു. റേഞ്ച് വളരെ മോശമാണ്, അതാണ് പ്രശ്നം. റേഞ്ച് തീരില്ല. റേഞ്ചില്ല. മണിച്ചേട്ടന് ചെയ്തപ്പോ കറക്റ്റ് ആയിട്ട് ആ റേഞ്ചിന് കിട്ടിയോ? ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ചാർലിയുടെ ഗംഭീര പ്രകടനങ്ങളിൽ നിന്ന്, ചാർലി കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴും ഇതായിരുന്നു, ഈ മണിച്ചേട്ടന്റെ കുറെ പാട്ടൊക്കെ പാടി നമ്മൾ ആകെ ഇമോഷണൽ ആയി പോയ ഒരു അങ്ങനെ ഒരു സെഷൻ ആയിരുന്നു അത്. ഇന്നും ഏതായാലും നമ്മള് മണിച്ചേട്ടന്റെ ഓർമ്മകൾ, ആ മണിച്ചേട്ടന്റെ പാട്ടുകളൊക്കെ നമുക്ക് വീണ്ടും കേൾക്കണം. നമുക്ക് ആശാ ഷിജുവിന്റെ ഒരു വിശേഷങ്ങൾ അറിയണം. അതുപോലെ തന്നെ ആശ, ഈ പെരുന്നാളൊക്കെ ആയിട്ട് നല്ല തിരക്കൊക്കെ ആയിരിക്കും, പല പ്രോഗ്രാമുകളൊക്കെ ഇങ്ങനെ വരുന്നു. പിന്നെ പുറത്തു പോകാനൊക്കെ കിട്ടുന്ന സമയങ്ങളാണ് നമ്മൾ അപഹരിക്കുന്നത്. ഈ ഫസലായിരിക്കും അല്ലേ പണി തന്നത്? ഫസലായിരിക്കും ഈ കോമഡി ഉത്സവം എന്ന് പറഞ്ഞൊരു സംഭവം നടത്തിക്കളയെന്ന് പറഞ്ഞിട്ട് അങ്ങ് നമ്മളെ നിർബന്ധിക്കുക ആയിരുന്നായിരിക്കും അല്ലെ ആശ?
ഏതായാലും ഫാസിലാണ് ഇങ്ങോട്ട് പറഞ്ഞത്. അതെ 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 ഫസൽ ഇങ്ങനെ പ്രോഗ്രാം ഇപ്പൊ കുറച്ചു മുമ്പ് റജീബ് എന്ന് പറഞ്ഞ ഫസലിന്റെ സുഹൃത്ത് ജദ്ദേന്ന് മെസ്സേജ് അയക്കുന്ന ഫസൽ ഇതുപോലെ റജീബ് വിളിച്ച പ്രോഗ്രാമിന് പോവാതെ ഫസൽ പറ്റിച്ചു എന്നാണ്. പക്ഷെ ഫസൽ കൃത്യമായി ജദ്ദയിൽ കറങ്ങി നടക്കുന്നവരെ നമുക്ക് കിട്ടുകയും ചെയ്തു. അപ്പൊ അതാണ്. അപ്പൊ ആശയുടെ ഒരു പാട്ടിൽ നമുക്ക് കയറിയിട്ട് നമുക്ക് പിന്നെ വിശേഷങ്ങളിലോട്ടൊക്കെ വരാൻ തോന്നുന്നു. പക്ഷെ നമുക്കൊരു പാട്ട് അങ്ങ് ആയാലും എനിക്ക് തോന്നുന്നു മാപ്പിളപ്പാട്ടായിരിക്കും. ഈ പെരുന്നാളിന്റെ ആ ഒരു മൂഡിങ്ങനെ നിൽക്കുന്ന ഒരു സമയമായതുകൊണ്ട് നമുക്ക് അങ്ങനെ കയറി പോയാലോ? ഓക്കെ മാപ്പിളപ്പാട്ട്. ഓക്കെ, നമുക്കൊരു മാപ്പിളപ്പാട്ടിൽ കയറി നമുക്ക് അങ്ങനെ പോവാം. നമുക്ക് ആവശ്യമുള്ള സാധനം ഇവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ആവശ്യമുള്ള സാധനം തരും. നിങ്ങൾ ചോദിച്ചാൽ മതി, ഏത് പാട്ടായാലും പ്രശ്നമില്ല. അപ്പൊ മാപ്പിളപ്പാട്ടോട് കൂടി തുടങ്ങാം. ഓക്കെ ആശ. മക്കാമണൽ തട്ടി ഞാൻ ചെന്നിട്ടേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവി കണ്ടു. അറിവിന്റെ കേദാരഭൂവി കണ്ടു. മക്കാമണൽ തട്ടി ഞാൻ ചെന്നിട്ടേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവി കണ്ടു. അറിവിന്റെ കേദാരഭൂവി കണ്ടു. പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ മൊഴികൾ കണ്ടു. പതിമക്കത്താക്കാലം ഞാൻ പിറന്നില്ലേലും പരിശുദ്ധ നൂറിൻ മൊഴികൾ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖം ഇന്നെന്റെ കൽവിൽ കണ്ടു. പരിശുദ്ധ നബിയെ ഞാൻ നേരിൽ കണ്ടില്ലേലും പൂമുഖം ഇന്നെന്റെ കൽവിൽ കണ്ടു. മക്കാമണൽ തട്ടി ഞാൻ ചെന്നിട്ടില്ലേലും ആരംഭമുത്ത് റസൂലെ കണ്ടു. മനസ്സിന്റെ കണ്ണ് തുറന്നു ഞാൻ നോക്കുമ്പോൾ അറിവിന്റെ കേദാരഭൂവി കണ്ടു. അറിവിന്റെ കേദാരഭൂവി കണ്ടു. താങ്ക് യു. അടിപൊളി. ഇതൊക്കെയാ പ്രൊഫഷണൽ കണ്ട. അതെ 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 മനോഹരമായി പാടി. ഞങ്ങളുടെ ജിദ്ദയുടെ വാനമ്പാടിയല്ലേ. അതെ, അതുകൊണ്ടാണ് ഫസല് ഉറപ്പിച്ചങ്ങ് പറയുന്നത് ഏത് പാട്ട് വേണേലും ചോദിച്ചോളൂ, ഇതാ അവിടെ അതെല്ലാം സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടെന്നാണ് ഫസല് പറയുന്നത്. അപ്പൊ അങ്ങനെ നമ്മള് മനോഹരമായ ആശാ ഷിജുവിന്റെ ഒരു പാട്ട് കേട്ട് മുമ്പോട്ട് പോകുമ്പോൾ ഹനീഫ് മുഹമ്മദ് ഒമാനിൽ നിന്ന് കാണുന്നുണ്ട്. ഹനീഫ് മുഹമ്മദ് മെസ്സേജ് ചെയ്യുന്നു. റജീബ് ഖാൻ നമ്മുടെ ഫസലിനുള്ള മറുപടിയാണ്, ഒരു നീട്ടിയുള്ള കുറെ ആയാണ് അയച്ചേക്കുന്നത്. സിബിയ ചാർലി ആളൂക്കാരൻ സൂപ്പർബ് എന്ന് പറഞ്ഞൊരു മെസ്സേജ് ചെയ്യുന്നു. നിയാസ് നിനു, എന്റെ വൈഫ് സെബിയെ ഒന്ന് വിഷ് ചെയ്യാമോ എന്നാണ്. തീർച്ചയായിട്ടും എല്ലാവർക്കും നമുക്ക് എല്ലാവർക്കും ഈ നിയാസിന്റെ വൈഫ് സെബിയെ ഒന്ന് വിഷ് ചെയ്യാം. നിയാസിനും സെബിക്കും ഞങ്ങളുടെ ഹൃദ്യമായ പെരുന്നാൾ ആശംസകൾ നേരുകയാണ്. റജീബിന്റെ മറ്റൊരു മെസ്സേജ്, ഈ ആശയെ കണ്ടാൽ ഒരു മാൻപേടയാണ്, പക്ഷെ സ്റ്റേജിൽ കയറിയാൽ പുലിയാണ് പുലി എന്നാണ്. അപ്പോ അങ്ങനെ അടിപൊളിയായി നന്നായി പാടിയെന്ന് നിയാസ് നിനുവും പറയുന്നു. അപ്പൊ അങ്ങനെ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മളുടെ സുഹൃത്തുക്കളുടെ സ്നേഹാന്വേഷണങ്ങളിലൂടെ നമ്മൾ ഇനി ഫസിൽ ഒച്ചിറയിലേക്ക് പോവാമെന്ന് വിചാരിക്കുകയാണ്. ഫസിലെ, നമസ്കാരം. ഫസിലെ, നമുക്ക് പെരുന്നാളൊക്കെ ആഘോഷിച്ചതിന്റെ ഇങ്ങനെ ക്ഷീണത്തിലാണ് എന്ന് തോന്നുന്നു. പെരുന്നാള് ആഘോഷങ്ങളൊന്നും ഇല്ലായിരുന്നല്ലോ. പിന്നെ അതെ 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 ആഘോഷങ്ങളെല്ലാം എന്തായാലും ഉള്ളതുകൊണ്ട് ഓണം പോലെ നമ്മൾ പെരുന്നാളങ്ങ് ആഘോഷിച്ചല്ലേ. എല്ലാ സുഹൃത്തുക്കൾക്കും പെരുന്നാൾ ആശംസകൾ ആദ്യം തന്നെ അറിയിക്കുകയാണ്.
ഇന്നലെ നിന്നെ മറ്റേ ബിരിയാണി പ്രോഗ്രാമിന് വിളിച്ചിട്ടാ നീ പോവാൻ? അത് പോകാൻ പറ്റില്ലല്ലോ, ഇന്നലെ റൂമിൽ ബിരിയാണി വെച്ചായിരുന്നു, അതുകൊണ്ട് പോകാൻ പറ്റില്ല. അതെ, ഒരു ദിവസം 2 ബിരിയാണി താങ്ങത്തില്ല, അതുകൊണ്ട് പോയില്ല അല്ലേ? ഇല്ലില്ല. കൊറോണ പിടിക്കുന്ന പേടിയുണ്ട് പോയാ? അല്ലല്ല, നമുക്ക് പെരുന്നാളെല്ലാം നമ്മൾ ഒരിടത്ത് തന്നെയാണ്. ഇത്ര നാള് ഇവിടെ വന്ന അന്ന് തൊട്ട് തന്നെ ഒരിടത്ത് തന്നെയാണ്, വാപ്പാളൊക്കെയാണ്. അങ്ങനെ അങ്ങ് പോയി, പെരുന്നാൾ അങ്ങനെ അങ്ങ് പോയി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കോമഡി ഉത്സവം താരങ്ങൾക്ക് ഇങ്ങനെ ഒരു വേദി ഒരുക്കി തന്ന ഫിറോസിക്കായ്ക്ക് എല്ലാവിധ നന്ദിയും അറിയിക്കുകയാണ് ആദ്യം തന്നെ. നിങ്ങളൊക്കെ വരുന്നതാണല്ലോ നമ്മുടെ ഏറ്റവും വലിയ സന്തോഷം. നമുക്കിങ്ങനെ തീർച്ചയായിട്ടും ഞങ്ങളെ വരുന്നതിലുപരി ഞങ്ങളെയൊക്കെ സപ്പോർട്ട് ചെയ്ത് ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളതിനകത്ത് ഒരുപാട് കലാകാരന്മാർ ഈ അടുത്ത സമയം കൊണ്ട് നമ്മുടെ അറേബ്യൻ വേദികളിലൊക്കെ പരിചയപ്പെടുത്തി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. പല ആൾക്കാരും തമ്മിൽ പല സ്ഥലങ്ങളിൽ നിന്നും ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. പുതിയ സൗഹൃദങ്ങളും നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇന്നത്തെ ദിവസം പറയേണ്ട ഒരു ദുഃഖകരമായിട്ട് ഒരു വാർത്ത എന്ന് പറഞ്ഞാൽ നമ്മുടെ കോമഡി ഉത്സവത്തിന്റെ ഒരു കലാകാരൻ നമ്മളോടൊക്കെ വിട പറഞ്ഞു. നിതേഷ് കുമാർ പാലം പാട്ട് പാടിയ. അപ്പം അത് നമ്മൾ ഈ അവസരത്തിൽ ഒന്ന് ഓർക്കുകയാണ്. നല്ല 1-2 പാട്ടുകൾ നമുക്ക് മലയാളികൾക്ക് സമ്മാനിച്ചൊരു വ്യക്തിയാണ്. അപ്പൊ അതിൽ നിന്നൊക്കെ നമുക്ക് എന്തായാലും കോമഡി കലാകാരന്മാരെന്നും നല്ല രീതിയിൽ ജനങ്ങളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുക. നമുക്ക് തുടങ്ങാം. അതെ, നമുക്ക് ഫസലിന്റെ ഒരു 1-2 നമ്പറുകളിലേക്ക് നമുക്കിപ്പോ പോകാനാണ് തോന്നുന്നത്. അപ്പൊ ഞാന് 1-2 വട്ടം ഇതിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ അതിനകത്ത് കുറെ വോയിസുകളൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. എന്നാലും അതൊക്കെ ഒന്ന് റിപ്പീറ്റ് വീണ്ടും ചെയ്യാന്ന് തന്നെ വെച്ച്. പിന്നെ പെരുന്നാളായിട്ട് നമുക്ക് ഇതെല്ലാം പെരുന്നാളായിട്ട് നമ്മുടെ ഒരുപാട് വേദികളിലൊക്കെ എല്ലാ കലാകാരന്മാരും ഒരുപാട് വേദികൾ പങ്കിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ നമ്മുടെ കൊറോണ കാരണം നമ്മൾ ഇതുപോലെ ഓൺലൈനിലൂടെ വന്നുകൊണ്ടിരിക്കുകയല്ല. എന്തായാലും ഒരു അജു വർഗീസിന്റെ ഒരു വോയിസിൽ തന്നെ തുടങ്ങാം. എടെ വിനോദി, നിന്റെ അച്ഛൻ വെറുമേസല്ലേ മരണമേസ് അല്ലെങ്കിൽ ഈ 10-25,000 രൂപ മുടക്കേണ്ട ഒരു കാര്യമുണ്ടല്ലോ, അതൊരൊറ്റ പഞ്ച് ഡയലോഗിലങ്ങ് തീർക്കു വരുന്നു. അല്ല പിന്നെ പേടി ഫുൾ സൂപ്പർ അടിപൊളി, മാസ്റ്റർ പീസ് ആയിട്ടോ. വന്നിട്ട് പോയി ഇപ്പൊ കൊണ്ടുവരും നമ്മളെ. ഇവരുടെ എല്ലാ സൗണ്ടും ഒരുപോലൊക്കെ ഏകദേശം ഈ വിനയ് ഫോർട്ട്, അജു വർഗീസ് ഇച്ചിരി ട്രബിൾ കൂടുതൽ, ഒരുപാട് ഇതുണ്ട്. ട്രബിൾ കൂടുതലാണ്. അതുപോലെ തന്നെ നമ്മുടെ ഈ തട്ടിയും മുട്ടിയും ജയകുമാർ പുള്ളിയുടെ വോയിസ് മോഹനവല്ലി അമ്മ അർജന്റീനയുടെ ബ്ലഷിന്റേതായ അമ്മയുടെ ഫോട്ടോയും കൂടെ വെക്കാന്ന് പറഞ്ഞമ്മേ, 1,000 രൂപ തരുമോ അമ്മേ? മോഹനവല്ലി അല്ലെങ്കിൽ ഇത് വേണ്ട, ഇതിലും പേര് അമ്മയാ. പുതിയൊരു സൗണ്ട് കൂടെ കിട്ടിയാല്. അല്ല, ഞാനത് ചെയ്യുന്നുണ്ട്. എനിക്ക് തോന്നുന്നു നമുക്ക് ഈ സമയത്ത് നമുക്ക് ഖൈസിലേക്ക് പോകണം. നമ്മുടെ ബാക്കിയുള്ള കലാകാരന്മാരൊക്കെയിലേക്കും പോകുന്നതിന് മുമ്പ് ആശയുടെ ഒരു പാട്ടും കൂടെ നമുക്ക് കേട്ടിട്ട്, നമ്മൾ ഈ കൂട്ടത്തിൽ പാട്ടുകാരി ആശ ആയതുകൊണ്ട് പാട്ടും കൂടെ കേട്ടിട്ട് നമുക്ക് ഖൈസിന്റെ അടുത്ത മാസ്മരിക പ്രകടനത്തിലേക്ക് പോകാമെന്ന് വിചാരിക്കുകയാണ്. ആശ, നമുക്ക് ഏതാണ്, നമുക്ക് ഈ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവരെ ഞെട്ടിക്കാൻ പോകുന്ന ഐറ്റം ഏതാണ് അടുത്തായിട്ട്? ഒരു ഫേവറേറ്റ് നമ്പർ ഇറക്കിയാലോ? ഏതെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ പറയാം, അല്ലെന്നുണ്ടെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള. ഫസിലേ, പെരുന്നാളായിട്ട് ഫസലിന്റെ ഒരു സജഷൻ ഫസില് പറയൂന്നുള്ള. അല്ല, നമുക്ക് അതർ സ്ലാങ്ങിലോട്ട് പോണോ? അതിപ്പോഴേ പോണോ? അതായത് പിന്നീട് പോയാൽ മതി. എങ്ങോട്ട് പോണോന്നാ? ബംഗാളിയോ വല്ല ശ്രീലങ്കയൊക്കെ പോണോ? ബംഗാളിലോട്ട് അല്ലേ? ബംഗാളിലോട്ട് കുറച്ച് ദൂരമില്ലേ? അപ്പൊ ഒരു കാര്യം ചെയ്യില്ല, ലതാ മങ്കേഷ്കറിന്റെ നല്ലൊരു പാട്ട് പോവാം. അത് എല്ലാരും കേൾക്കാൻ പ്രതീക്ഷിച്ചിരിക്കുന്നില്ല. कुछ पाकर खोना है, कुछ खोकर पाना है, जीवन का मतलब तो आना और जाना है, 2 पल के जीवन से 1 उम्र चुरानी है,
जिंदगियां कुछ भी नहीं, तेरी मेरी कहानी है, एक प्यार का नगमा है, मौजों की रवानी है। जिंदगियां कुछ भी नहीं, तेरी मेरी कहानी है, एक प्यार का नगमा है। Thank you. താങ്ക് യു താങ്ക് യു താങ്ക് യു. തകർപ്പൻ തകർപ്പൻ, ഒരു രക്ഷയില്ല അല്ലേ? അടിപൊളി അടിപൊളി. ലതാ മങ്കേഷ്കറിന്റെ ശബ്ദം തന്നെ, ഒരു മാറ്റമില്ല. അതല്ല ഞാൻ പറഞ്ഞത്, നിങ്ങൾ ലതാ മങ്കേഷ്കറിനെ കൊണ്ടുവരുന്നതല്ലോ. എന്താ ലതാ മങ്കേഷ്കറിനെ കൊണ്ടുവരുന്നുണ്ടെന്ന് പറഞ്ഞത്. അവിടെ കേറി അവൻ പിടിച്ച് പറയാൻ പറ്റും. പാടി കഴിയുമ്പോ നമുക്ക് വരുന്ന മെസ്സേജുകള് പറഞ്ഞോ. പറഞ്ഞോ, അല്ല കുഴപ്പമില്ല, പറഞ്ഞു. അടിപൊളി, നന്നായി പാടി, അടിപൊളി നന്നായി പാടി, നല്ല വോയിസ് ആണെന്ന് ഇല്യാസ് ബാബു അയക്കുന്ന മെസ്സേജ് സൂപ്പർ ആയിട്ടുണ്ട്. ബോബി ഓണാട്ട് ബാംഗ്ലൂർ എല്ലാവരെയും അഭിനന്ദിക്കുകയാണ്, കൂട്ടത്തിൽ എന്നെയും കൂടെ അഭിനന്ദിച്ചിട്ടുണ്ട്. താങ്ക് യു ബോബി. സംഗീത് ഗംഗ നന്നായി പാട്ട് നന്നായി എന്ന് പറയുന്നു. നിയാസിനു അടിപൊളിയായിട്ടുണ്ട്. 1000 കാതമകലെ ആ പാട്ടൊന്ന് പാടുമോ ആശ ചേച്ചി എന്നൊരു ചോദ്യം. ശ്രീരേഖ കുറുപ്പ് ബ്യൂട്ടിഫുൾ വോയിസ് ആശ എന്ന്. നിയാസിനു ഒന്നും പറയാനില്ല, പൊളിയാണ്. എല്ലാം ആശയുടെ പാട്ടുകൾക്ക് വരുന്ന മെസ്സേജുകളാണ്. എല്ലാവർക്കും ഞങ്ങളുടെ ആശയുടെ വക നന്ദി, ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം. അപ്പൊ ഈ 1000 കാതം ഒന്ന് മനസ്സിൽ ഇട്ടേക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് ഖൈസിന്റെ അടുത്ത ഒരു പ്രകടനത്തിലേക്ക് അങ്ങ് പോകാന്ന് വിചാരിക്കുകയാണ്. ഖൈസെ, നമ്മൾ ആദ്യം ഒരു മലയാളത്തിൽ തുടങ്ങി, അതെ, മൈനാകത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഇപ്പൊ നമുക്ക് ഇനി മലയാളം പോണ, ഹിന്ദി പോണം. മലയാളമാണെങ്കിൽ വാതിലിൽ നിന്നുള്ള പാട്ട്, അല്ലെങ്കിൽ ഹിന്ദിയില് നമുക്ക് ഒരു തും പാസ് ആയി ഒരു റൊമാൻറ്റിക് സോങ് വേണമെങ്കിൽ ഹിന്ദിയിലേക്ക് പോവാം അല്ലെ? ഹിന്ദിയിലേക്ക് പോവാം, അത് കഴിഞ്ഞ് നമുക്ക് വാതിലിലേക്ക് വരാം. ഓക്കെ, നേരത്തെ മലയാളം ചെയ്ത കാരണം വളരെ റൊമാൻറ്റിക് ആയിട്ടൊരു. അതെ, നമുക്കൊരു അടുത്തൊരു ഹിന്ദിയിലോട്ട് പോകാം. അതെ, ഓക്കെ, ഞാനിപ്പോ നിൽക്കുന്നുണ്ട്. ഓക്കെ, ഖൈസ് റഷീദ് അങ്ങനെ അടുത്തൊരു ഹിന്ദി ഗാനത്തിനായി റെഡി ആവുകയാണ്.
വാ, തകർപ്പൻ തകർപ്പൻ. സൂപ്പർ സൂപ്പർ. ഖൈസ്, നമുക്ക് ശ്രീരേഖ കുറുപ്പ് ഇനി എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ കാനഡയിൽ ഇടുന്നതാണ് കാണുന്നത്. ശ്രീരേഖ അയച്ചേക്കുന്ന മെസ്സേജ്, വൗ, ബ്രിങ്ങിങ് ബാക്ക് 90s മെമ്മറി, കുച്ച് കുച്ച് ഹോത്താ ഹെ, താങ്ക് യു എന്ന് പറഞ്ഞൊരു മെസ്സേജ് ആണ്. ഷെറിൻ ജോർജ് കലാക്ഷേത്ര അയക്കുന്ന മെസ്സേജ്, ബ്യൂട്ടിഫുള്ളി പ്ലേഡ് എന്ന് എല്ലാവരെയും ഷെറിൻ ജോർജ് അന്വേഷിക്കുകയും ചെയ്യുന്നു. സംഗീത് ഗംഗയും ഒരു മനോഹരമായിരുന്നു എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ്, ഒരു തമ്പ് അയച്ചിട്ടുണ്ട്. റജീബ് ഖാൻ പറയുന്നത്, ഫസൽ പറയുന്നത് മുഴുവൻ വിശ്വസിക്കണ്ട, എല്ലാം തള്ളാണെന്നാണ് കേട്ടോ. അവന്റെ പരിപാടിക്ക് അടുത്ത പ്രാവശ്യം ചെല്ലാന്ന് പറഞ്ഞേക്കാം, അല്ലെങ്കിൽ വിഷമമാണ്. പിഞ്ചു മനസ്സല്ലേ, കുട്ടി മനസ്സാണ്. അതെ അതെ. ഇപ്പം മനസ്സ് വളരാൻ വേണ്ടി ഇപ്പൊ ജിമ്മിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അയ്യോടാ. അപ്പോ അങ്ങനെ നമ്മള് മനോഹരമായ ഒരു പെർഫോമൻസ്, ഖൈസിന്റെ പെർഫോമൻസിൽ നിന്ന് നമുക്ക് അടുത്ത കലാകാരന്മാരിലേക്ക് പോകാം. ഞാൻ വിഷ്ണു കടമ്പനാടിലേക്ക് വരുന്നു. എനിക്ക് തോന്നുന്നു വിഷ്ണുവിലേക്ക് പോകുന്നതിന് മുമ്പ് നമുക്ക് ആശയുടെ ഒരു പാട്ടും കൂടെ കേട്ടാലോ? പാട്ട്, എനിക്ക് തോന്നുന്നത് ഈ പാട്ടുകളിൽ നിന്ന് നമുക്ക് പാട്ടുകളിലൂടെ കണക്ട് ചെയ്ത് ഇങ്ങനെ പോകാൻ തോന്നും. ആശയം നമുക്ക് എന്തായാലും ഇന്ന് പെരുന്നാളിന്റെ തൊട്ടടുത്ത ദിവസം, പെരുന്നാളിന്റെ ആ ഒരു മൂഡിൽ കിട്ടിയ സ്ഥിതിക്ക് നമ്മുടെ ഫസല് തന്നെ പറഞ്ഞതുപോലെ നമുക്ക് മാക്സിമം അങ്ങ് പാട്ട് പാടിയാം അല്ലേ? നമ്മളെയൊക്കെ എപ്പോഴും കിട്ടും, നമ്മള് ഫ്രീയാ. അങ്ങനെയല്ല ആശയനെ പല പ്രോഗ്രാമിനും വിളിക്കുന്ന കാര്യം പറഞ്ഞപ്പോ ഞാൻ പറഞ്ഞത് അവിടെ വെയിറ്റ് ചെയ്യും, ഞങ്ങളുടെ കോമഡി ടീം വരുന്നുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ നിർത്തിയേക്കുക. അപ്പൊ ഇന്ന് ആവശ്യത്തിന് നിങ്ങളെല്ലാം കൂടി ഒരുമിച്ച് ആശ ജോയിൻ ചെയ്യുമെന്ന് തീരുമാനിച്ചിരിക്കുകയായിരുന്നു നമ്മൾ നേരത്തെ. ആശയം തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ ഇങ്ങനെ. അതെ, അപ്പോ അങ്ങനെ നമുക്കെങ്കിൽ ആശയുടെ അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? ആശ, ഓക്കെ, ആശ അടുത്ത പാട്ട് നമുക്ക് കേൾക്കാം. ആശ ഷിജു, സൗദി അറേബ്യയുടെ പ്രിയപ്പെട്ട ഗായിക, പ്രിയപ്പെട്ട ശബ്ദം. ഒരു സനം തൂങ്കിരിച്ച് ഓതക്കാറ്റും അടച്ചിരിച്ച് പാവി മനം തൂങ്കലേ അതുവും ഏനോ പുരിയലേ. ഒരു സനം തൂങ്കിരിച്ച് ഓതക്കാറ്റു അടച്ചിരിച്ച് പാവി മനം തൂങ്കലേ അതുവും ഏനോ പുരിയലേ. കുയിലു കറുങ്കുയില് മാമം മണക്കുയില് കോലം പോടും പാട്ടാളേ. മയില് ഇളം മയില് മാമം കവിക്കുയില് രാഗം പാടും പാട്ടാളേ. செய்தி சொல்லும் காத்தாலே உன்னை எண்ணி நான்
ചെമക കണ്ണു രണ്ടും മൂടലേ കാലം നേരം കൂടലേ ഒരു സനം തൂങ്കിരിച്ച് പൂതക്കാട്ടു അടച്ചിരിച്ച് പാവിമനം തൂങ്കലേ അതുവും ഏനോ കുഴിയലേ. പറയാനില്ലല്ലേ? പിന്നെ എന്തും പറയാൻ ഇതിനകത്തൊക്കെ. അപ്പൊ മനോഹരമായ ആശാ ഷിജുവിന്റെ ശബ്ദം, ആശാ ഷിജുവിന്റെ പാട്ടുകൾ കേട്ടുകൊണ്ട് നമ്മളിങ്ങനെ പോവുകയാണ്. വിഷ്ണു, നമ്മുടെ ദൃശ്യ സിനിമയിലെ നമുക്ക് ക്ലൈമാക്സ് സീൻ ഒന്ന് ചെയ്യാം. സിദ്ദിഖിക്കടെ. ഓക്കെ, അത് തകർക്കും. അമേരിക്കയിലുള്ള ഞങ്ങളുടെ സഹോദരങ്ങളുടെ അടുത്തേക്ക് പോകുന്നതിന് മുമ്പ് വരുണിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയണമെന്ന് തോന്നി. കാരണം ഓരോ ഫോൺ കോളുകളും ഓരോ കോളി ബെല്ലുകളും ഒക്കെ അവന്റെ ശബ്ദമായിട്ട് ആ കാതിൽ വന്ന് പതിക്കുന്നേ. അതിന്റെ പ്രതീക്ഷയും നിരാശയൊക്കെ താങ്ങാനാകാത്തോണ്ട് ചോദിക്കുക, ഇനിയും ഞങ്ങൾ അവന് വേണ്ടി കാത്തിരിക്കണോ? ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം കേട്ടോ. താങ്ക് യു. സൂപ്പർ 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 സൂപ്പർ, അടിപൊളി അടിപൊളി. ഇതിലൊന്നും പറയാനില്ല വിഷ്ണു. ഞാൻ മിണ്ടുന്നില്ല. കലക്കൻ. അങ്ങനെ അനുഗ്രഹീതരായ കലാകാരന്മാരുടെ മാറ്റുരക്കലാകുന്നു നമ്മുടെ വേദി. വിഷ്ണു, നമുക്ക് ഇനി അടുത്ത ശബ്ദത്തിലേക്ക് പോകാമോ, അതോ നമുക്കൊന്ന് കറങ്ങി വരാം? കൊടുക്കണം. പാട്ടും വ്യൂകളും ഒക്കെ കിടക്കുമ്പോ നമ്മള് ശരിയാ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞ് വരാമെന്നാണ്. ഷെറിൻ ജോർജ് വീണ്ടും വായിക്കുന്ന മെസ്സേജ്. ഷെറിൻ ജോർജ് ഒരു നർത്തകിയും ഒരു ഡാൻസറും ഒക്കെയാണ്, നർത്തകിയും അതുപോലെ തന്നെ ഗായികയും ഒക്കെയാണ്. ഒരു ഗസൽ പാടാമോ എന്നൊരു റിക്വസ്റ്റ് ആണ് ഷെറിൻ ജോർജ് ചോദിക്കുന്നത്. ആശ ഒരു ഗസൽ പാടുമോ എന്ന്. ലവ് ഫ്രം കോയമ്പത്തൂർ ടു ആശ. ഒരു സനം സങ് വെൽ എന്ന് സംഗീത് ഗംഗ കുറെ ക്ലാപ്സ് അയച്ചിട്ടുണ്ട്, ഗംഭീരമായി പാടി എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഈ ഗസലിലെ ആ ഒരു ഏരിയയിലേക്ക് കടന്നിട്ടുണ്ടോ ആശ? ഞാൻ ഗസൽ പാടാറുണ്ട്, കൂടുതൽ ഹിന്ദി ഗസൽസ് ആണ് പാടാറുള്ളത്, മലയാളം. അങ്ങനെയാണെങ്കിൽ അത് നമ്മുടെ കോയമ്പത്തൂരിൽ ഇരിക്കുന്ന ഷെറിന് വലിയ സന്തോഷമായിരിക്കും. ഒരു ഗസൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ പറഞ്ഞില്ലേ ഹോൾസെയിൽ ഡീലർ ആണ്, ഞാൻ പറഞ്ഞില്ലേ. ഓക്കെ, അപ്പോ നമുക്ക് പങ്കജുദാസിന്റെ ഒരു ഗസല്. ഓക്കെ, കോയമ്പത്തൂരിലെ ഷെറിൻ ജോർജ് കലാക്ഷേത്രയുടെ അഭ്യർത്ഥന മാനിച്ച് ഷെറിൻ ജോർജ് കലാക്ഷേത്രയ്ക്ക് വേണ്ടി ജദ്ദയിലിരുന്ന് ആശാ ഷിജു. बड़े दिनों के बाद हम बेवतनों को याद, बड़े दिनों के बाद हम बेवतनों को याद, वतन की मिट्टी आई है, चिट्ठी आई है
चिट्ठी आई है, चिट्ठी आई है वतन से, चिट्ठी आई है. സൂപ്പർ സൂപ്പർ. വല്ലാത്തൊരു nostalgic song ആണ്. സൂപ്പർ. ക്ലാപ്പ് മൊത്തം നിങ്ങൾ മേടിച്ചോണ്ട് പോവാന്നല്ലോ, എന്താ ചെയ്യാ, അസൂയ തോന്നുന്നു. ഏതാ പാടാനും അറിയത്തില്ല, എന്താ ചെയ്യാ, നമുക്കൊന്നും പാടാൻ അറിയത്തില്ല. അതെ, കയ്യടി മൊത്തം ആശ വാങ്ങിട്ട് പോവാണല്ലേ. ആ പിന്നല്ലാതെ അസൂയ വിഷ്ണു പേടിക്കണ്ട, അൽമാറയുടെ വണ്ടി വരുന്നുണ്ട്, കൊടുത്തു വിടാം. പൈസലേ എനിക്ക് തോന്നുന്നത് ഫസില് പറഞ്ഞുകൊണ്ടിരുന്ന ഫസിലിന്റെ നെറ്റ്വർക്ക് ചെറിയ പ്രശ്നമായോ എന്ന് എനിക്കൊരു ചെറിയ സംശയം. സംഗീത് മെസ്സേജ് ചെയ്യുന്നു, കുഴപ്പമൊന്നുമില്ലല്ലേ. ശാലിനി അഭിലാഷ് നായർ എല്ലാവരെയും അന്വേഷിക്കുന്നു, അസ്സലാമു അലൈക്കും പറയുന്നു. ശാലിനി നമ്മുടെ ഒരു ഗായികയാണ്, നിങ്ങൾക്ക് അറിയാമായിരിക്കും. ശാലിനി അഭിലാഷ് ബാൻഡില് സൗദിയിലെ വേദികളിൽ എനിക്ക് തോന്നുന്നു ആഷിക്ക് നേരിട്ട് അറിയാൻ സാധ്യതയുണ്ട്. റിയാദ് ആ ഏരിയ ആണ്, കുറച്ച് കിലോമീറ്റേഴ്സ് ദൂരമുണ്ട്. ഷെറിൻ ജോർജ് എല്ലാവർക്കും താങ്ക് യു. വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ്. ഞാൻ പറഞ്ഞ കേൾക്കാവോ? ഓക്കെ. വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് ഓഫ് പങ്കജ് ഉദാസ് സോങ് ചിട്ടി ആയി ഹേ വാ എന്ന് പറഞ്ഞിട്ടൊരു മെസ്സേജ് ആണ് ഷെറിൻ ജോർജിന്റെ. സംഗീത് ഗംഗയും കാണുന്നു. അപ്പൊ എന്തായാലും ഇത് നമുക്ക് ഈ കോയമ്പത്തൂരിൽ ഇരിക്കുന്ന ഷെറിൻ ജോർജ് എന്ന ഗായികയ്ക്ക് നമുക്ക് ജദ്ദയിൽ നിന്ന് ഒരു 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 ഗസൽ സമ്മാനം കൊടുക്കാൻ പറ്റാന്ന് പറയുന്ന പെരുന്നാളിന്റെ വലിയ സന്തോഷമാണ്. അതേതായാലും ആശയ്ക്കും വലിയ സന്തോഷമായി. അപ്പോ അടിപൊളിയായി പാടി ആശ എന്ന ശാലിനി അടുത്തൊരു മെസ്സേജിലൂടെ അറിയിക്കുന്നു. യെസ്. അപ്പൊ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളുടെ മെസ്സേജുകളിലൂടെ പോകുന്നു. എനിക്ക് തോന്നുന്നു ഫസിലിന് അവിടെ എന്തോ ചെറിയ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് തോന്നുന്നു. ചാർലിയും അതുപോലെ തന്നെ നെറ്റ്വർക്ക് പ്രശ്നങ്ങൾ കൊണ്ട് ഈ നമ്മളോടൊപ്പം ഇപ്പോ എനിക്ക് തോന്നുന്നത് അല്ല വൈകാതെ ജോയിൻ ചെയ്യുമായിരിക്കും. ഫസിലെ ഓക്കെ ആയോ അവിടുത്തെ സാഹചര്യം? ഇപ്പൊ ഓക്കെ ആയല്ലോ, ഇപ്പൊ ഓക്കെ ആയല്ലോ അല്ലേ? കേൾക്കുന്നുണ്ട്, വിട്ട് കേൾക്കുന്നുണ്ട്. എന്തോ ഓഡിയോ എന്തോ നെറ്റിന്റെ പ്രോബ്ലം ഉണ്ടെന്നോ അല്ലേ? അത് എന്റെ പ്രോബ്ലം ആണോ അതോ ഇനി നിങ്ങളുടെ പ്രോബ്ലം ആണോ എന്നുള്ളതാണ് എന്റെ സംശയം. എന്റെ പ്രോബ്ലം ആയിരിക്കുമോ? അവിടുത്തെ പ്രോബ്ലം ആണെന്ന് തോന്നുന്നു. ആണോ? ഓക്കെ, നമുക്കൊരു കാര്യം ചെയ്യാം. ഏതായാലും നമുക്ക് ഫസിൽ തന്നെ തുടങ്ങി. ഇനിയിപ്പോ ഫസലിന്റെ അടുത്തൊരു ശബ്ദത്തിലേക്ക് നമുക്ക് പോവാന്ന് വിചാരിക്കാണ്. ഫസലിന്റെ അടുത്തൊരു സൗണ്ടിലേക്ക് നമുക്ക് പോയാലോ? ചാർലി പോയോ? ചാർലി നമ്മൾ ഈ പറഞ്ഞല്ലേ, ചാർലി കറക്കത്തിന്റെ ആളായതുകൊണ്ടേ ഇനിയിപ്പോ അടുത്ത തൃശ്ശൂർ പൂരത്തിനായിരിക്കും പോകുന്നത്. നമുക്ക് വെയിറ്റ് ചെയ്യാതായാലും. അപ്പൊ ഞാൻ ചെയ്യണം ഇല്ലയോ? കയ്യടി ഇങ്ങനെ വാങ്ങിച്ചോ. ഇതാണ് പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുമ്പോൾ പ്രശ്നം ഇതാണ്. അതെ, നമ്മൾ അതിനകത്ത് ലയിച്ചു പോയി. അപ്പൊ ഞാന് നമ്മുടെ ക്ലാസ്മേറ്റ്സിനകത്ത് പഴന്തുണി എന്ന കഥാപാത്രമായിട്ട് വന്ന അനൂപ് ചന്ദ്രൻ കിട്ടിയതല്ലയോ? വെരി ഗുഡ്. അപ്പൊ കേട്ടോ, സെക്കൻഡ് ഇയറിൽ പഠിക്കുന്ന സുഷമ്മയുടെ കല്യാണം അളിയ, അവക്കറിയോന്നറിയില്ലളിയ. കഴിഞ്ഞ 2 കൊല്ലമായിട്ട് ഞാൻ അവളെ പ്രേമിക്കുന്നുണ്ടായിരുന്നളിയ. അതുകൊണ്ട് ആ സന്യാസിനോടുകൂടെ പാടുക പ്ലീസ്. തകർപ്പനാണ് കേട്ടോ, തകർപ്പനാണ്. താങ്ക് യു. ഗംഭീരമാണ്. അനൂപ് ചന്ദ്രൻ, അത് മനോഹരമായിട്ട് അനൂപ് ചന്ദ്രന്റെ ശബ്ദം ഫസലോച്ചര. അപ്പൊ ആശ എന്താ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇടയ്ക്ക് പറഞ്ഞത്? ഇത് കോമഡി ഉത്സവത്തിന് എനിക്ക് കിട്ടിയതായിരുന്നോ എന്ന് വെച്ചാല്? കോമഡി ഉത്സവത്തിൽ എനിക്ക് വന്ന ഒരു നമ്പർ അനൂപ് ചന്ദ്രന്റെ ആയിരുന്നു. ആ എപ്പിസോഡ് കാണുന്നവർക്കറിയാം ഞാൻ എത്ര വൃത്തികേടായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അന്നേരം വിളിക്കണ്ടായിരുന്നോ? നമ്മള് വിളിണ്ടായിരുന്നോ? എനിക്ക് അറിയില്ലായിരുന്നു ആ സമയത്ത്. പിന്നെ എപ്പിസോഡ് കണ്ടു വളരെ രസമാണത്. അതെ, ഇവിടെ സൗദി അറേബ്യയിൽ നിന്നാന്ന് പറയുമ്പോ മാറിപ്പോയോ നമ്പർ ഇട്ടത്?
അങ്ങനെ. അതെ അതെ അതെ. അപ്പൊ നിങ്ങൾ എല്ലാം ഈ കോമഡി ഉത്സവത്തിന്റെ കോമഡി ഉത്സവ താരങ്ങളായതുകൊണ്ട് നമുക്ക് പിന്നീട് ഈ കോമഡി ഉത്സവത്തിൽ പോയി കഴിഞ്ഞാൽ പിന്നെ കോമഡി ഉത്സവം താരം എന്നുള്ള നിലയിൽ കൂടിയാണല്ലോ, കോമഡി ഉത്സവം ഫ്രെയിം എന്നൊക്കെയാണ് പിന്നീട് നമ്മളെ പൊതുജനം വിളിക്കുക, അല്ലെങ്കിൽ നമ്മുടെ സുഹൃത്തുക്കളോ അല്ലെങ്കിൽ നമ്മുടെ ആരാധകരോ കാഴ്ചക്കാരോ ഒക്കെ നമ്മളെ അത്തരത്തിലാണല്ലോ വിളിക്കുക. കോമഡി ഉത്സവത്തിന്റെ ഒരു എക്സ്പീരിയൻസ് കൂടി നിങ്ങൾ പങ്കുവെക്കുമെന്ന് വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും. എന്താണ് നമ്മുടെ താരങ്ങളാരും കാണുന്നില്ലല്ലോ, എല്ലാരും എല്ലാരും ഉണ്ട്. നമ്മള് ഇനി ചാർലി മാത്രമേ ഉള്ളൂ. ചെറിയ നെറ്റിന്റെ പ്രശ്നങ്ങളുണ്ടെന്ന് പറഞ്ഞു. ചാർലി ഇപ്പൊ തന്നെ വരും. വിഷ്ണുവിൽ നിന്നാണോ തുടങ്ങാം? വിഷ്ണു പറഞ്ഞോ. വിഷ്ണു അവിടെ മ്യൂട്ട് ചെയ്തോ അതിനിടയ്ക്ക്? വിഷ്ണു മ്യൂട്ട് ചെയ്തിരിക്കുകയാണെന്ന് തോന്നുന്നു. വിഷ്ണു പറഞ്ഞോ. വിഷ്ണു എനിക്ക് തോന്നുന്നത് വിഷ്ണുവിന്റെ ശബ്ദം ഇപ്പൊ റെഡിയായി. ഈ ഹെഡ്ഫോൺ വെച്ച് ഹെഡ്ഫോൺ ലൂസ് ആയതാ. അതെ, ഹെഡ്സെറ്റ് ലൂസ് ആയതാ. പറഞ്ഞോളൂ. നമ്മള് 1 മാസത്തെ ലീവിനല്ലേ ഇവിടുന്ന് പോകുന്നേ. അന്നേരം അതിന്റെ ഇടയ്ക്ക് നമുക്ക് ഈ ഓഡിഷനും അറ്റൻഡ് ചെയ്ത് പിന്നെ ഈ ചിലപ്പോ ഒരു മാസമൊക്കെ നീണ്ടു പോകത്തില്ലേ ഈ പരിപാടികളുടെ ഇത് തിരക്കുകൾ. അന്നേരം വീട്ടിൽ അവസാനം കേറ്റാതായി. വൈഫ് ഇപ്പൊ 1 മാസമല്ലേ നമ്മളെ ഇവിടെ കിട്ടുന്നേ. അവസാനം ഞാനും വരുവാന്ന് പറഞ്ഞിട്ട് അവള് ഇറങ്ങി തിരിച്ചെന്നോട്. അവസാനം എന്നോട് ദേഷ്യമായി. കാരണം ഇതിന്റെ പുറകെ നടക്കുന്നത് നിങ്ങൾക്ക് പെണ്ണുമ്പിള്ളും പിള്ളേരും ഒന്നും വേണ്ടേന്ന് ചോദിച്ചിട്ട്. നമുക്ക് അത്രയും ക്രേസ് ആയതുകൊണ്ട് നമ്മൾ അതിന്റെ പുറകിൽ പോയിട്ട് അവസാനം ഫസ്റ്റ് ഓഡീഷന് പോയി കിട്ടിയില്ല, സെക്കൻഡിന് പോയി. എന്നിട്ട് നമ്മൾ തളർന്നില്ല, നാണവും മാനവും ഇല്ലാതെ പിന്നെ ചെന്നു. 3ാമത്തേന് കിട്ടി. അങ്ങനെ കോമ്പറ്റീഷൻ റൗണ്ടില് 3 പേരെ അവർ സെലക്ട് ചെയ്ത് തന്നു. അങ്ങനെ ഇത് എപ്പിസോഡ് നമ്മൾ ഷൂട്ട് കഴിഞ്ഞിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷമുണ്ട്. കാരണം നമ്മൾ ഒരു ചാനലിനകത്ത് ഒരു പ്രോഗ്രാം ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ടേ അത് ഭയങ്കര ഒരു മൊമെന്റ്. എന്നിട്ട് ഈ എപ്പിസോഡ് എന്ന് വരുന്നുണ്ട് നമുക്ക് സപ്പോർട്ടായിട്ട് ഭയങ്കര. എന്റെ നാട് പെരുങ്കുളം എന്ന് പറഞ്ഞ കൊട്ടാരക്കരയ്ക്ക് അടുത്ത് പെരുങ്കുളം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ജനങ്ങളെ ഭയങ്കര സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാ. നമ്മളൊന്നും വേണ്ട, ചുമ്മാ എന്തെങ്കിലും പറഞ്ഞാൽ എടുത്തോണ്ട് നടന്നോളൂ. അതുകൊണ്ട് പിന്നെ ഇവിടെ ഈ സൗദിയിലെ പ്രവാസികളും ഒക്കെ നല്ല സപ്പോർട്ടാണ്. അവരൊക്കെ നല്ല ഞാൻ കോമഡി ഉത്സവത്തിൽ പോയപ്പോഴും നാടിനെ കുറിച്ച് ആദ്യം പറഞ്ഞിട്ട് നമ്മുടെ കാര്യങ്ങളില്ല. കാരണം അത്രയ്ക്ക് ഒരു അഭിമാനമാണ് നമ്മുടെ നാടെന്ന് പറയുന്നത്. അതെ, നമ്മുടെ നാട്ടിനും നാട്ടുകാർക്കും ഒക്കെ വലിയ ഒരു അഭിമാനമാണല്ലോ. അപ്പൊ അങ്ങനെ നമ്മള് പങ്കെടുക്കുന്നൊക്കെ പറയുന്നത്. അതെ. അതായത് നമുക്ക് ഇവിടുത്തെ സൗദിയിലെ നല്ല കുറെ ഫ്രണ്ട്സും ഉണ്ട്. എല്ലാവരും ഭയങ്കര ഇതില്ല. പക്ഷെ നമ്മള് പിന്നെ ഇവിടെ വന്നിട്ട് ഈ എപ്പിസോഡൊക്കെ ടെലികാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മളെ ഒരാൾ കാണുമ്പം നമ്മള് ഈ പ്രോഗ്രാമൊക്കെ എടുത്ത് യൂട്യൂബിലൂടെ കാണിച്ചു കൊടുക്കുമ്പോഴേ അവർക്ക് ഭയങ്കര ഒരു നമ്മളോട് പ്രത്യേക ഒരു ബഹുമാനവും ഒരു സന്തോഷമൊക്കെ. അതൊരു നല്ലൊരു അനുഭവമാണ്. കാരണം പണ്ട് ആരും നമ്മളെ തിരിഞ്ഞു നോക്കാതെ കിടന്നിട്ട് നമ്മൾ ഈ ഒരു പ്രോഗ്രാമിലൂടെ നമ്മൾ 4 പേരെ അറിയുമ്പോൾ നമുക്കൊരു സന്തോഷം. തീർച്ചയായും ഒരു കലാകാരന്റെ വലിയ അച്ചീവ്മെന്റ് ആണത്. അത്തരം നേട്ടങ്ങളൊക്കെ ആണല്ലോ. അതൊക്കെയാണ് ശരിക്കും ഈ കലാകാരന്മാർക്ക് ആകെ കിട്ടുന്ന മെച്ചം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ ആയിരിക്കും. ഇത്തരത്തിൽ ആളുകളിൽ നിന്ന് കിട്ടുന്ന സ്നേഹവും പിന്തുണയും ഒക്കെ തന്നെ ആയിരിക്കുമല്ലോ. ഹൈസ് ബായ് പറയാനുള്ളത് വളരെ അല്ല ഫിറോസിക്ക, വേറൊരു സംഭവം ഉണ്ട് കേട്ടോ. ഫിറോസിക്ക പറഞ്ഞോ. 10 ദിവസത്തെ ലീവിന് എമർജൻസി ലീവ് അടിച്ചു വന്നിട്ട് അവൻ 5 ദിവസം അവിടെ ആയിരുന്നു. ആര്? വിഷ്ണുവിന്റെ കാര്യം പറയാം. പിന്നെ ഭാര്യ പറയാതിരിക്കുന്നത്. രണ്ടാമത്തെ എപ്പിസോഡിന് പോയപ്പോഴേ ഞാൻ നോക്കിയപ്പോ ഒരുത്തിന് വേറൊരുത്തിന് അവിടെ ഇരിപ്പുണ്ട്. ആരാ? ഫൈസല്. അത് തന്നെ. നമ്മള് 4 മാസത്തേക്കാ പോയത്. 10 ദിവസം ലീവ് എമർജൻസി പോയ അവൻ 5 ദിവസം അവിടെ വന്ന് ഇരുന്ന് വീട്ടിൽ കേട്ടായിരുന്നു. ഇല്ല, ആ പരാതി തീർക്കാൻ വേണ്ടി വൈഫിനെ കുഞ്ഞിനെ ഇതിനകത്ത് കയറ്റി സ്റ്റേജിൽ. അതെ, അങ്ങനെ വൈഫിനെയും കുഞ്ഞിനെയും ഹാപ്പി ആക്കി. രണ്ടുപേരും ഹാപ്പി. അതെ. അപ്പൊ നമ്മുടെ ഖൈസ് പറഞ്ഞു തുടങ്ങുമായിരുന്നു. അതെ, എനിക്ക് പറയാനുള്ളത് ഒരു 1 സെക്കൻഡ്. ഓക്കെ, 2-3 കാര്യങ്ങൾ പറയാനുണ്ട്. ശരിക്കും യാദൃശ്ചികമായിട്ടാണ് ഞാൻ ഈ സാക്സോഫോൺ കാണുന്നതും എടുക്കുന്നതും ഏകദേശം ഒരു 2.5 വർഷം മുമ്പാണ്. എനിക്ക് അതിന് മുമ്പ് ഒന്നും അറിയില്ല, നോട്ടേഷൻസ് ഒന്നും അറിയില്ല. അങ്ങനെ
ഈ സാക്സോഫോൺ എന്ന് പറയുന്ന ഇൻസ്ട്രുമെന്റ് ഒന്നും അറിയില്ല. യാദൃശ്ചികമായിട്ട് നാട്ടിൽ പോയി ഇത് കണ്ടപ്പോൾ ഒരു ആഗ്രഹം, 2.5 വർഷം മുമ്പ് ഇത് കണ്ടപ്പോൾ ആഗ്രഹം. അങ്ങനെ 2-3 പേര് എടുത്ത് ചോദിച്ചപ്പോൾ അവര് പറഞ്ഞു പോരാൻ, തിരിച്ചു പോരാൻ, വെക്കേഷൻ കഴിഞ്ഞ് തിരിച്ചു പോരാൻ ഒരാഴ്ചയുള്ളൂ. അപ്പൊ 2 പേര് എടുത്തിട്ട് പറഞ്ഞ ലിമിറ്റഡ് ടൈമാണ്, ഒരുപാട് ടൈം കൊടുക്കും. അങ്ങനെ യാദൃശ്ചികമായിട്ട് പരിചയപ്പെട്ട, അങ്ങനെ അറിയായിരിക്കും, കിഷോർ കുമാർ എന്ന് പറഞ്ഞിട്ട് തൃശ്ശൂർ അന്തിക്കാട് പമ്പലക്കുത്തി വന്നത്. അപ്പൊ പുള്ളിനെ പരിചയപ്പെടാൻ ഇടയായി. അപ്പൊ ആള് പറഞ്ഞു ഒരാഴ്ച കൊണ്ടൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല, അങ്ങനെ സൗദിയിൽ വന്ന് ഒരു 3 വീക്സ് കൊണ്ട് സ്റ്റേജിൽ കയറിയതാ ഇത് പഠിച്ചിട്ട്. അങ്ങനെയാണ് തുടങ്ങിയത് 2.5 വർഷം മുമ്പ്. പിന്നെ നെക്സ്റ്റ് വെക്കേഷൻ പോയപ്പോഴാണ് ഈ കോൺഗ്രസ് കിഷോർ കുമാറിന് വേണ്ടിയിട്ട് സപ്പോർട്ട് ചെയ്യാം, സ്റ്റേജിൽ കീബോർഡ് പ്ലേ ചെയ്യാം, സാക്സോഫോൺ അല്ല കീബോർഡ്, ഞാൻ കിഷോർ കുമാറിന്. അങ്ങനെ ഒരു അനുഭവം, അതൊരു അനുഭവം എന്ന് പറഞ്ഞാൽ വെക്കേഷൻ പോയിട്ട് ആള് വിളിക്കുകയാണ് എന്നെ, കൈസായി ഒന്ന് വരണം, എനിക്ക് കീബോർഡ് വോട്ട് ചെയ്യാനായിട്ട് കഴിക്കണം. ഞാൻ പറഞ്ഞു വിളിക്കണം, കോമഡി ഉത്സവം ചെയ്യില്ല. ഞാൻ പറഞ്ഞു എനിക്ക് അത്രയും അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഇല്ല, വരാൻ പറഞ്ഞു. അങ്ങനെ 3 days ഓഡീഷൻ ഉണ്ടായിരുന്നു അവിടെ കൊച്ചിയിൽ. 2 ദിവസം കഴിഞ്ഞ് 3-ാമത്തെ ദിവസം അവിടെ സ്റ്റേജിൽ കയറി ഞങ്ങൾ ഒരു ഗ്രൂപ്പ് പെർഫോമൻസ് ആയിരുന്നു. കിഷോർ ഒരു തായമ്പഴ കേട്ട് തൃശ്ശൂരത്തെ ഒരു വലിയൊരു സമിതി ഒരു കൾച്ചറൽ പ്രോഗ്രാം പറഞ്ഞു, അങ്ങനത്തെ ഒരു പ്രോഗ്രാം പറഞ്ഞു. പക്ഷെ ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്റ്റേജിൽ കയറാൻ പറ്റിയ വളരെ പ്രശസ്തമായ ഒരു ഷോ ഞാൻ പറയാം, അങ്ങനെ പറയാം. ഒരുപാട് കലാകാരന്മാരെ മുന്നോട്ട് കൊണ്ടുവന്ന ഈ കോൺഗ്രസ് പ്രോഗ്രാം അതിലൂടെ ചെറിയൊരു ഭാഗമാവാൻ സാധിച്ചത് വളരെ സന്തോഷം. അതെ, തീർച്ചയായിട്ടും. അതെ അതെ, അതൊരു ചെറിയൊരു എക്സ്പീരിയൻസ് അങ്ങനെ പറയാം. ഗൈസൊക്കെ നേരത്തെ കീബോർഡ് പ്ലേ ചെയ്യത്തില്ലായിരുന്നു നേരത്തെ? ഇത് ഞാൻ ശരിക്കും ഇവിടെ 24 വർഷമായി സൗകര്യം. അന്ന് വന്ന ടൈമിൽ കീബോർഡ് ഒന്ന് പഠിച്ചു പോകുന്നില്ല. പിന്നെ ഇവിടെ വെച്ച് പിന്നെ നമ്മുടെ ജോലിയും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാം വിട്ടു. പിന്നെ ഏകദേശം ഒരു 2.5 വർഷം മുമ്പ് കീബോർഡല്ല എടുത്തത്, ഇതെടുത്തത്. ഒരാഗ്രഹം എടുത്തതാ സത്യം, ഒരാഗ്രഹം. ഇതിനെപ്പറ്റി എന്താ ഇപ്പോഴും എനിക്ക് നൊട്ടേഷൻസ് അറിയില്ല. ജസ്റ്റ് പാട്ട് കേൾക്കുമ്പോൾ പ്ലേ ചെയ്യുമ്പോൾ എനിക്ക് നോട്ട്സ് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാനോ ഒന്നും അറിയില്ല. പാട്ട് കേൾക്കുമ്പോൾ പിന്നെ നമ്മുടെ താല്പര്യവും ഹാർഡ് വർക്കിംഗ് ആണ് കുറച്ച്. ജോബ് കഴിഞ്ഞാലും എത്ര നേരം വയ്ക്കും നമ്മൾ തോന്നിക്കഴിഞ്ഞാൽ ഞാനിതിന് പ്ലേ ചെയ്യും. അതേപോലെ തന്നെ സെയിം ടൈമില് എൻ്റെ വർക്ക് ജോബിന് ഞാനൊരു നോക്കിയില്ല, രണ്ടും ഒരേപോലെ. ഫാമിലി അല്ല അതേപോലെ നെക്സ്റ്റ് എത്ര ലേറ്റ് നമ്മൾ പ്രാക്ടീസ്, അല്ലെങ്കിൽ ഇവിടെ പ്രോഗ്രാംസ് ഉണ്ടെങ്കിൽ ലേറ്റ് പ്രോഗ്രാംസ് ആണെങ്കിൽ 12-1 മണിയാണെങ്കിൽ ഞാൻ കറക്റ്റ് ഷാർപ്പ് 6-6:30 എൻ്റെ ഡ്യൂട്ടിയിൽ ഇത് രണ്ടും ഒരേപോലെ കൊണ്ടുപോകുന്നു. ചാർലി വീണ്ടും വന്നിട്ടുണ്ട്. ഈ കാര്യങ്ങളൊക്കെ കൈസ് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ ചാർലി വീണ്ടും വന്നിട്ടുണ്ട്. അതെ, എല്ലാവരോടും സോറി. കാരണം എന്താന്ന് വെച്ചാല് റൂമില് ലൈറ്റ് ഓഫ്, അപ്പൊ അതുകൊണ്ട് നമുക്ക് മറ്റുള്ളവർക്ക് ഡിസ്റ്റർബ് ആവാൻ പറ്റില്ലോ. അതുകൊണ്ട് ഇപ്പോ ഞാൻ വേറൊരു സൈഡിൽ വന്നിട്ട് ഇരിക്കുന്നത്. പിന്നെ റേഞ്ച് വളരെ മോശമാണ്, റേഞ്ചിന്റെ ഒരു പ്രശ്നമുണ്ട്. അതാണ് കേട്ടോ. ഒരു പ്രശ്നമില്ല. അപ്പൊ നമ്മള് ചാർലിയുടെ അനുഭവങ്ങളിലേക്കും നമുക്ക് വരണം. അതിനിടയ്ക്ക് ഞാൻ 1-2 മെസ്സേജുകളൊന്ന് വായിക്കട്ടെ. ശാലിനി അഭിലാഷ് നായർ അടിപൊളിയായി പാടി ആശ എന്ന് പറയുന്നു. ഷെറിൻ ജോർജ് വളരെ സന്തോഷം എന്നൊരു മെസ്സേജ് അയക്കുന്നു. ശാലിനി അഭിലാഷ് നായർ ഷെറിനെ അന്വേഷിച്ചുകൊണ്ട് ഹാപ്പി ടു മീറ്റ് യു അഗൈൻ ഹിയർ എന്ന് പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടു. പക്ഷെ എനിക്ക് തോന്നുന്നു ഷെറിൻ നാട്ടിലെ കോയമ്പത്തൂർ ഇപ്പോ 11:30 മണിയായി കഴിഞ്ഞതുകൊണ്ട് അതിന് ഷെറിന്റെ റിപ്ലൈ വന്നിട്ടില്ല. ഷെറിൻ ജോർജിനെയാണ് അന്വേഷിക്കുന്നത്. നിഷാദ് എരുമേലി എല്ലാവരെയും അന്വേഷിക്കുന്നു. ബോബി ഓണാട്ട് ബാംഗ്ലൂർ. എല്ലാ കലാപ്രകടനങ്ങളും ഒരുമിച്ച് ഒരേ വേദിയിൽ കാണാൻ പറ്റിയത് വളരെ സന്തോഷമാണ്. അറേബ്യൻ കോമഡി ഉത്സവം വളരെ നന്നായിട്ടുണ്ട്, എല്ലാവർക്കും അഭിനന്ദനങ്ങൾ എന്ന് ബോബി ഓണാട്ട് ബാംഗ്ലൂർ ഒരു സന്ദേശം അയക്കുന്നു. ഒത്തിരി സന്തോഷം ബോബി. ശാലിനി അഭിലാഷ് നായർ വീണ്ടും അയക്കുന്ന മെസ്സേജും ഈ ലോക്ക്ഡൌണിൽ ഒരുപാട് മനോഹരമായ പ്രതിഭകളെ അറിയാൻ കഴിഞ്ഞു എന്ന് പറയുന്നു. നമ്മുടെ ഈ ഇനിഷ്യേറ്റീവിന് ആശംസകൾ അറിയിച്ചിരിക്കുകയാണ് ശാലിനി. ഒത്തിരി സന്തോഷം ശാലിനി. അപ്പൊ നമ്മുടെ കോമഡി ഉത്സവം, അറേബ്യൻ കോമഡി ഉത്സവത്തിലൂടെ ഇങ്ങനെ തുടർന്ന് പോകുമ്പോൾ നമുക്കിനി ആശയുടെയും ഫസിലിന്റെയും ചാർലിയുടെ ഒക്കെ അനുഭവങ്ങൾ ചുരുക്കി കേൾക്കണം. നമുക്ക് ചാർലിയുടെ കോമഡി ഉത്സവത്തിന്റെ ഒരു എക്സ്പീരിയൻസസ് ഒന്ന് ഷെയർ ചെയ്യാമോ? നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് ചുരുക്കിയതൊന്ന് കേൾക്കാൻ താല്പര്യം ഉണ്ടാവും. എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി എന്നൊക്കെ? ചാർലിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോ? ചാർലിക്ക് എന്തോ ചെറിയ സിഗ്നൽ പ്രശ്നമുണ്ട്.
ആശ നേരത്തെ ഈ അനൂപ് ചന്ദ്രന്റെ ശബ്ദം കിട്ടിയ കാര്യമൊക്കെ എങ്ങനെ പറഞ്ഞോണ്ടിരിക്കുകയായിരുന്നു. ഇതിന്റെ ഓഡിഷനൊക്കെ പോയപ്പോൾ ഒരു സാഹചര്യം എങ്ങനെയായിരുന്നു? ഞാൻ ശരിക്കും സൗദി അറേബ്യയിൽ ഈ മ്യൂസിക്കും പാട്ടും ഒന്നുമായിട്ട് ഒരു ബന്ധമില്ലാത്തൊരു പ്രൊഫഷണൽ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഒരാളാണ്. ആക്ച്വലി ഞാനൊരു ലാബ് ടെക്നീഷ്യൻ ആണ്, ഹോസ്പിറ്റലിൽ ജോലി ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ പ്രോഗ്രാംസ് വന്നപ്പോൾ എനിക്ക് രണ്ടും കൊണ്ടുപോകാൻ കഴിയാതെ ഞാൻ മ്യൂസിക് തിരഞ്ഞെടുത്ത ഒരാളാണ്, മ്യൂസിക് പ്രൊഫഷൻ ആക്കിയത്. അപ്പൊ എന്റെ ഹസ്ബൻഡാണ് എന്നോട് പറയുന്നത് കോമഡി ഉത്സവത്തിൽ പോയാൽ കുറച്ചുകൂടി നന്നാവും, കുറച്ചുകൂടി എന്താ പറയാ റേഞ്ച് കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് ഞങ്ങള് അതിന് വേണ്ടിയിട്ട് ഇവിടെയാണല്ലോ ആകെ ഇപ്പൊ വിഷ്ണു പറഞ്ഞ പോലെ നാട്ടിൽ പോകുന്ന ആ ഒരു മാസമല്ലേ ഉള്ളൂ. അതിന്റെ ഞങ്ങൾ ചെന്നതിന്റെ പിറ്റേ ദിവസം തന്നെ ഓഡീഷൻ ഉണ്ടായിരുന്നു പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ വേഗം അവിടെ എത്തിക്കഴിഞ്ഞ് ഓഡീഷൻ അവര് ഓരോരുത്തരെയും ഇത് സെലക്ട് ചെയ്യുന്ന കണ്ടപ്പോ തന്നെ എന്റെ ജീവൻ പകുതി പോയി. അത്ര ടഫായിരുന്നു. ലാസ്റ്റ് ആയിരുന്നു എന്റത്. അപ്പൊ അവര് ടാലന്റിനല്ലാതെ അവിടെ ഒന്നിനും ഒരു സ്ഥാനമില്ല. നമ്മൾ എത്ര കൂടിയതാണോ കുറഞ്ഞതാണോ ഒന്നുമില്ല, ടാലന്റ് ഉണ്ടെങ്കിൽ മാത്രം. അങ്ങനെ എന്റെ 3 വോയിസിൽ പാടാൻ പറഞ്ഞു. 3 വോയിസിൽ പാടി ഞാൻ സെലക്ട് ആയി. അതും വിഷ്ണു പറഞ്ഞാൽ തന്നെ നമുക്ക് ആ സെലക്ട് ചെയ്യുമ്പോൾ ഉള്ള ആ ഒരു സന്തോഷം ഉണ്ടല്ലോ, ആ മെർമേഡ് ഹോട്ടലിന്റെ താഴേക്ക് എടുത്ത് ചാടാൻ തോന്നും, അത്ര സന്തോഷമായിരുന്നു. പിന്നെ പറയാതിരിക്കാൻ ആശയുടെ കാര്യത്തിലേ ഹസ്ബൻഡിന്റെ സപ്പോർട്ട് അത് ഭയങ്കര ഒരു സപ്പോർട്ടാണ്. പുള്ളി എല്ലാ കാര്യത്തിലും. അതെ അതെ, അദ്ദേഹമാണ് എന്നെ കൊണ്ട് എന്റെ ജോലി രാജിവെപ്പിച്ച് എന്റെ മ്യൂസിക് പ്രൊഫഷൻ ആക്കി എടുത്തതും ആ ഒരു റിസ്ക് ഏറ്റെടുക്കാൻ തയ്യാറായതും. എന്റെ വീട്ടുകാരൊക്കെ മുന്നിൽ അവരെന്തായാലും എന്നെ പഠിപ്പിച്ചത് ഇതിനു വേണ്ടിയല്ലല്ലോ. പക്ഷെ അതിൽ നിന്ന് എനിക്കൊരു നല്ലൊരു ഏണിങ് കിട്ടി തുടങ്ങി കഴിഞ്ഞപ്പോ പിന്നെ അവരുടെയൊക്കെ മുന്നിൽ എനിക്ക് തല ഉയർത്തി നിൽക്കാൻ സാധിച്ചു എന്നുള്ളതാണ്. പിന്നെ എന്നെ പട്ടിണി കിട്ടതും അതിലെത്തിയതിനു ശേഷം എനിക്ക് സൗദി അറേബ്യ മുഴുവനും ആ ഒരു കോമഡി ഉത്സവത്തിന്റെ പേരിൽ തന്നെ എനിക്ക് ഇഷ്ടം പോലെ ഷോസ് കിട്ടി. ഈ ലോക്ക്ഡൌൺ വരെ എനിക്ക് ദൈവം സഹായിച്ച് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ലോക്ക്ഡൌൺ ആയപ്പോ എല്ലാരും പോലെ തന്നെ ഞാൻ ലോക്കായി. ലോക്ക്ഡൌൺ ആയപ്പോ എല്ലാവരും ആദ്യം തൊട്ട് ഓർക്കായി തുടങ്ങി. അപ്പൊ ഞാൻ ഓർത്തു ഇതിന് പോയാ മതി. ഈ ലോക്ക്ഡൌണിൽ ഏറ്റവും കൂടുതൽ പണിയുള്ളത് ലാബ് ടെക്നീഷ്യൻ അല്ലെങ്കിൽ മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കാണ്. എന്റെ ഹസ്ബൻഡ് സ്റ്റില് ലാബ് ടെക്നീഷ്യൻ ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ വേണേ എനിക്ക് പോവാം, പക്ഷെ അദ്ദേഹം സമ്മതിക്കുന്നില്ല. ഇത് കഴിയും എന്ന് പറഞ്ഞിട്ട് തന്നെ ഇരിക്കുക. എന്ന് കഴിയും ആർക്കും സാഹചര്യം ഏതാണ്ട് കഴിഞ്ഞല്ലോ. ഇവിടെയൊക്കെ ലോക്ക്ഡൌൺ കലാകാരം ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങി ഇവിടെ മറ്റുള്ള കമ്മ്യൂണിറ്റികൾ. അതെ തീർച്ചയായിട്ടും ചെറിയ ചെറിയ പ്രോഗ്രാമുകൾ. അല്ല, നമ്മളിവിടുത്തെ കാര്യം പറയും, നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാർ ഇപ്പോഴും ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുക. കാര്യം സ്റ്റേജുകൾ കൊണ്ട് ജീവിക്കുന്ന കലാകാരന്മാർ ആയിരക്കണക്കിനുണ്ട്. സ്റ്റേജുകൾ കൊണ്ട് മാത്രം. കാര്യം വേറൊരു പണിക്ക് പണ്ടൊക്കെ ഒരു കലാകാരൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ പരിപാടിക്കും പോകും, അതുപോലെ തന്നെ മറ്റുള്ള ജോലിയും തിരഞ്ഞെടുക്കുക. ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പൊ ഈ ചാനലിലൂടെ ഒക്കെ ഒരുപാട് പ്രസക്തമായതോടുകൂടി പലരും ആ തൊഴിലുകളൊക്കെ മാറ്റിവെച്ച് കല മാത്രം ഉപജീവനമായിട്ട് കൊണ്ടു നടക്കുന്ന ഒരു കാലഘട്ടമായിരുന്നു. അങ്ങനെയുള്ളവർക്കൊരു അത് 2 പ്രളയം, ഒരു കോവിഡ്, ഇതുകൊണ്ടൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായിട്ടുണ്ട്. അതെ തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ഫസിലിന്റെ എക്സ്പീരിയൻസസ് കേൾക്കണം. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ആശയുടെ ഒരു പാട്ടും കൂടെ കേട്ടിട്ട് ഫസിലിന്റെ എക്സ്പീരിയൻസിലേക്ക് പോയാൽ. തീർച്ചയായിട്ടും. ആ 1000 ഗാഥ ആരോ റിക്വസ്റ്റ് ചെയ്തായിരുന്നു, അതൊന്ന് പാടിയേ. റിക്വസ്റ്റ് ചെയ്തായിരുന്നു. മകളെയാണെങ്കിലും ആണോ? അതെ അതെ അതെ. അറിയില്ല എനിക്ക്, ഞാൻ അത് പാടിയിട്ടില്ല. നമുക്കപ്പം ട്രൈ ചെയ്യാമെങ്കിൽ സന്തോഷം. ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. 1000 കാത മകളെയാണെങ്കിലും മായാതെ മക്കാ മനസ്സിൽ നിൽക്കൂ. ലക്ഷങ്ങളെത്തി മതിക്കുന്ന വീണ അക്ഷയ ജ്യോതിസിൻ പുണ്യഗേഹം സഫാ മർവാ മലയുടെ ചോട്ടിൽ സാഫല്യം നേടി തേടിയോരെല്ലാം, സാഫല്യം നേടി തേടിയോരെല്ലാം തണലായി തുണയായി സംസം കിണറിന്നും അണകെട്ടി നിൽക്കുന്നു പുണ്യതീർത്ഥം. കാലപ്പഴക്കത്താൽ മാറ്റുവാനാകുമോ ബിലാലിൻ സ്വന്തം
സോറി, എന്തെങ്കിലും തെറ്റുണ്ടോ അറിയില്ല. ഇത് ആദ്യമായിട്ടാണ് ഈ പാട്ട്. ആ തള്ളിയടാ ഇതില് ഞാൻ വിചാരിച്ചു നീ മാത്രമേ തള്ളുള്ളൂ. അല്ല അത് ശരിക്കും ആശയ്ക്ക് അതിന്റെ ലിറിക്സ് അറിയില്ല. അപ്പൊ അതുകൊണ്ട് അതാണ് ഒരു അതെ ആ പാട്ട് കേട്ടിട്ടുള്ള പരിചയമേ ഉള്ളൂ. എന്നാലും നമ്മളൊരു റിക്വസ്റ്റ് വരുമ്പോ നമ്മൾ ഏറ്റെടുക്കുക എന്നുള്ളതാണ് അല്ലേ ആശ? പിന്നെ ഗംഭീരമായിട്ട് പാടി. ഉത്സവത്തിന്റെ പവർ കാണിക്കണമല്ലോ. അതാണ് കോമഡി ഉത്സവത്തിന്റെ പവർ കാണിക്കണം. അതാണ് അതെ. അപ്പൊ നമുക്ക് ആശയുടെ ഈ നേരത്തെ ഫസിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഈ ഇതര ഭാഷകളിലുള്ള പ്രാവീണ്യവും അല്ലെങ്കിൽ അത്തരം പാട്ടുകൾ പാടാനുള്ള ഇപ്പൊ ശ്രീലങ്കനോ ബംഗാളിയോ അപ്പൊ അങ്ങനെ ഒരു സാധനം കൂടി ഇട്ടിട്ട് ഈ കോമഡി ഉത്സവത്തിന്റെ നമ്മുടെ ഫസലിന്റെ എക്സ്പീരിയൻസിലേക്ക് നമുക്ക് പോകാന്നാണ് തോന്നുന്നത്. നമുക്ക് അങ്ങനെ എനിക്ക് തോന്നുന്നത് ഈ ഒരു സമയത്ത് നമുക്കൊരു ബംഗാളി പാട്ടൊക്കെ കേൾക്കാനുള്ള മൂടല്ലേ ഫസലെ? ഫസലിനെ ഫസലിനെ ബംഗാളി ഫസലിന്റെ കമ്പനിക്കാര് മൊത്തം കൊടുത്ത ബംഗാളിയാണ്. നമ്മളെ ഏത് ഏറ്റെടുക്കും? അതെ നമ്മള് ബംഗാളി പാകിസ്ഥാനി എല്ലാ നമ്മുടെ സുഹൃത്തുക്കളുണ്ട്, എല്ലാരും വേണം നമുക്ക്. അതെ. അപ്പൊ നമുക്ക് ആശാ ഷിജുവിന്റെ ഒരു ബംഗാളിയാണോ ആശ? ഏതാണ് നമുക്ക്? ബംഗാളി പാട്ടാണെങ്കിൽ ബംഗാളി പാട്ട് പാടാം. ബംഗാളി പാട്ട് തന്നെ പാടിയേക്കാം. അത് പാടുന്നതിന് മുമ്പ് ഒരു വാക്ക് ഉണ്ട്. എന്താ വെച്ചാൽ ഞാനിവിടെ മലയാളി പ്രോഗ്രാം കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത് ബംഗ്ലാദേശി പ്രോഗ്രാമുകളാണ് ചെയ്യുന്നത്. അവർക്ക് കരോക്കെ അല്ല, ലൈവ് പ്രോഗ്രാമാണ്. അവരുടെ ഇൻസ്ട്രുമെന്റ്സ് ഒക്കെ ഉണ്ട്. അവർ വായിക്കുന്ന നല്ല ഒരുപാട് പ്രതിഭാശാലികളായിട്ടുള്ള ഒരുപാട് കലാകാരന്മാരുണ്ട്, ബംഗാളി സിംഗേഴ്സ് ഉണ്ട്. അപ്പൊ അവര് നമുക്ക് ഇങ്ങനെ ഓരോ പാട്ടുകൾ തരും. ഞാൻ മലയാളത്തിൽ എഴുതിയെടുക്കും, അങ്ങനെ പാടും. അല്ലാതെ അർത്ഥവും വ്യാകരണവും ഒന്നും എനിക്കറിയില്ല. സ്റ്റിൽ ഞാനിപ്പോ ഒരു 5 വർഷമായിട്ട് ഇവരുടെ എല്ലാ പ്രോഗ്രാമിനും ഉണ്ട്. ഇവര് തന്നെയാണ് ഇപ്പൊ പ്രോഗ്രാം ഒക്കെ ചെറിയ രീതിയിൽ സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയത്. കാരണം അവർക്ക് മ്യൂസിക് ഇല്ലാതെ ഇരിക്കാൻ പറ്റില്ല. അവർക്ക് ജീവിതം തന്നെ മ്യൂസിക്കാണ്. കൂടുതലും ഫോക്ക് സോങ്സ് ആണ് പാടുന്നത്. നമ്മുടെ പോലെ സിനിമാ പാട്ടുകളല്ല, നാടൻ പാട്ടുകൾ ഉണ്ടല്ലോ, നമ്മുടെ നാട്ടിലെ പാട്ടുകൾ പോലെ തന്നെ അവരുടെയും ഉണ്ട്. അങ്ങനത്തെ പാട്ടുകളാണ് കൂടുതലും പാടാറുള്ളത്. അതുപോലത്തെ ഒരു പാട്ട് ഞാൻ എന്തായാലും പാടാം. എനിക്കൊന്നും മനസ്സിലാവില്ലെന്ന് എനിക്കറിയാം, എനിക്കും അറിയില്ല. എന്തായാലും അവരിനി പ്രോഗ്രാമിനെ വിളിക്കുമ്പോഴേ ലാസ്റ്റ് മൈക്കാട് പണിക്കൊന്ന് വിളിച്ചോണ്ട് പോകാൻ നോക്കിക്കോണം. അല്ല, വേറൊരു കാര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ നാട്ടിലും ബംഗാളികൾ ആധിപത്യം കൂടിക്കൊണ്ടിരിക്കുകയല്ലേ. നാട്ടിലും പ്രോഗ്രാമുകളൊക്കെ വരുമ്പോ അതെ, ശരിയാണ്. ഫസിൽ പറഞ്ഞു വെച്ചത് നാട്ടിൽ പോയാലും അവരുടെ സ്റ്റേജുകൾ കിട്ടുമെന്നാണ് കേട്ടോ, വേറെ ഒന്നുമല്ല. നാട്ടിൽ കൂടുതലും വെസ്റ്റ് ബംഗാൾ ആണല്ലോ, ഇത് ബംഗ്ലാദേശ് ആണ്. അതെ ബംഗ്ലാദേശാണ്. വ്യത്യാസമുണ്ട്. ശരിയാണ്. അപ്പോ ഞാൻ ഒരു ബംഗാളി പാട്ട് പാടാം. আমার বন্ধুরে কই পাবো সখী গো, বন্ধুরে কই পাবো সখী গো, সখী আমার আহাইলে বোঝে না, আমার বন্ধু বিনে পাগল মনে হচায়, আহাইলে বোঝে না, আমার বন্ধু বিনে পাগল মনে বোঝায় আরে বোঝে না, সাধে সাধে দেখছি খাদে গো, সাধে সাধে দেখছি খাদে গো, সখী অন্দা আহাইলে বোঝে না, প্রাণ পাখি উড়ে যেতে যায় অর্থ হলে বোঝে না, আমার প্রাণ পাখি উড়ে যেতে যায় অর্থ হলে বোঝে না. ഒന്നും മനസ്സിലായില്ലെങ്കിലും കൊള്ളായിരുന്നു. അവരുടെ മ്യൂസിക് ചേരുമ്പോ എല്ലാരും ഇങ്ങനെ ജമ്പ് ചെയ്യും, അങ്ങനെയുള്ള പാട്ടുകളാണ്. നന്നായിട്ടുണ്ടായിരുന്നു. ഇതെങ്ങനെ പഠിച്ചെടുത്തു? മലയാളത്തിൽ എഴുതി പഠിച്ചെടുത്തു. ഇപ്പൊ കാണാതെ പാടാൻ കഴിയും, സംസാരിക്കാൻ അറിയില്ല. ഈ പ്രോഗ്രാം മുന്നേ കണ്ടിട്ട് തന്നെ ചെയ്തതാണോ?
അവര് എന്നെ പ്രോഗ്രാമിന് വിളിച്ചു തുടങ്ങി. മലയാള ഇവന്റ്സിൽ നിന്നൊക്കെ അവരിങ്ങനെ കണ്ട് ഫേസ്ബുക്കിൽ നിന്നൊക്കെ കണ്ട് വിളിച്ചു തുടങ്ങിയതാണ്. അതെ, അപ്പോ നമുക്ക് ബംഗാളി പാട്ട് നമ്മൾ അങ്ങനെ ഈ രാത്രിയിൽ കേട്ടു. ബംഗാളി നാടൻ പാട്ട് സിംഹള ഭാഷ. അതെ, അപ്പോ നമുക്ക് ശ്രീലങ്കൻ പാട്ട് നമുക്ക് നമ്മളെ മലയാളം തന്നെ പാട് വിട്ടാ പറയുന്നത്. ഇനി ഇതൊക്കെ എങ്ങനെ പഠിച്ചെടുക്കും? നേരത്തെ ലാഭം പറഞ്ഞിട്ടില്ലേ, ലഗാ മങ്കേഷ്കർ എന്ന് പറഞ്ഞു. അങ്ങനെയാണ്. അപ്പൊ ഫസലേ, നമുക്ക് ഫസിൽ ഈ കോമഡി ഉത്സവത്തിൽ വന്ന് പെട്ടതൊന്ന് ചുരുക്കി പറഞ്ഞാൽ നമുക്ക് എനിക്ക് തോന്നുന്നത് മുട്ട കോമഡി ആയിരിക്കും തോന്നുന്നു. അത് തന്നെ മുട്ട കോമഡി, അത് ഭയങ്കര കോമഡി ആയിരിക്കും. ഞാൻ അവിടെ ചെല്ലുന്ന സമയത്ത് നമ്മുടെ ചാർലിയൊക്കെ ഉണ്ടായിരുന്നു. ദുബൈയിൽ നിന്ന് ഒരു ഓഡീഷൻ കഴിഞ്ഞിട്ട് ദുബൈയിൽ നിന്ന് എല്ലാവരും വന്ന ഓഡീഷനിലാണ് ഞാൻ ചെല്ലുന്നത്. അപ്പം ഫസ്റ്റ് ഓഡീഷനിൽ പങ്കെടുത്തു. അപ്പം എനിക്കതിനകത്ത് കിട്ടാൻ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പി ബാലേന്ദ്രൻ സാറിന്റെ വോയിസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പം അത് വെറൈറ്റി വോയിസ് അങ്ങനെ ആരും ചെയ്യാത്തതുകൊണ്ടാണ് എനിക്കത് കിട്ടി. പക്ഷെ എന്തെങ്കിലും ഫസ്റ്റ് ഓഡീഷന് എനിക്ക് വെയിറ്റിംഗ് ലിസ്റ്റിലാണ് കിട്ടിയത്. കാര്യം അന്ന് 5 എപ്പിസോഡിന്റെ ഷൂട്ടിംഗ് നടക്കുന്നതുകൊണ്ട് ദുബൈയിൽ നിന്ന് വന്ന 5 എപ്പിസോഡിനുള്ള ആൾക്കാരുണ്ടായിരുന്നു. അപ്പൊ എൻ്റെ അടുത്ത് പറഞ്ഞ അടുത്ത സെലക്ഷൻ ചെയ്തിട്ട് പറഞ്ഞ അടുത്ത ഓഡീഷന് ഒന്നുകൂടെ പങ്കെടുക്കാൻ പറഞ്ഞു. സത്യം പറഞ്ഞാല് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. കാരണം നമ്മള് ഒരാളൊക്കെ മാത്രമല്ല ഇത് നമ്മൾ ചെയ്ത് കാണിക്കേണ്ടത്. ഏകദേശം ഒരു 5 റൗണ്ട് 6 റൗണ്ട് നമ്മൾ അതിനകത്ത് പങ്കെടുത്താൽ, അത് വിഷ്ണുവിനും അറിയാമായിരിക്കും, എല്ലാവർക്കും അറിയാം, ഒരു 6 റൗണ്ടെങ്കിലും നമ്മൾ ഏറ്റവും കൂടുതൽ കുറഞ്ഞ അതിനകത്ത് പെർഫോം ചെയ്ത് കാണിക്കണം. ഈ 6 വട്ടവും 6 പേരാണ് അത് ചെക്ക് ചെയ്യുന്നത്. 6 റൗണ്ട് 6 പേരാണ്. 2 ഗ്രൂമേഴ്സ് 4 ഗ്രൂമേഴ്സ് ഉണ്ട്. രണ്ട് മെയിൻ ഗ്രൂമേഴ്സും പിന്നെ നമ്മുടെ കോമഡി ഉത്സവത്തിൽ നിന്ന് തന്നെ പങ്കെടുത്ത് അതിനകത്ത് സെലക്ട് വന്ന് പരിപാടി അവതരിപ്പിച്ച് ക്ലിയർ ആയിട്ടുള്ള ആൾക്കാർ 2 പേര്, അങ്ങനെ 4 പേര് തന്നെ അവിടെ ഗ്രൂമറായിട്ടുണ്ട്. പിന്നെ ഡയറക്ടർ മിർല സാറ്. അപ്പം അങ്ങനെയാണ് ഈ കാര്യങ്ങൾ പോകുന്നത്. അപ്പം കിട്ടാൻ തന്നെ വലിയ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ രണ്ടാമത്തെ ഇതിന് ചെന്നപ്പോൾ എനിക്ക് സെലക്ഷൻ കിട്ടി. 5 ദിവസം ഈ പറഞ്ഞു വിട്ട്, വിഷ്ണു പറഞ്ഞു വിട്ട് 4 മാസത്തെ ലീവിൽ 5 ദിവസം അവർക്ക് വേണ്ടി കൊടുത്ത് അവിടെ 5 ദിവസം അവരുടെ കൂടെ അവിടെ ആയിരുന്നു. റൂമും കാര്യങ്ങളൊക്കെ തന്ന് അങ്ങനെ എന്തായാലും ഫസ്റ്റ് ഇതിൽ തന്നെ എനിക്ക് സെലക്ഷൻ കിട്ടി. പക്ഷെ ഒരുപാട് പേര് വന്നിട്ട് പോകുന്നുണ്ട്. ഏകദേശം 4500ഓളം കലാകാരന്മാര് കോമഡി ഉത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിലും അതിന്റെ 3 ഇരട്ടി ആൾക്കാർ അവിടെ വന്നിട്ട് നിരാശയായിട്ട് പോയിട്ടുണ്ട്. കാരണം അവിടെ ടാലൻസിന് മാത്രമേ ഉള്ളൊരു വാല്യൂ, അല്ലാതെ ഇപ്പം ആരാന്ന് പറഞ്ഞാലും ഒരു റെക്കമെൻഡിന് ഒരു സാധ്യതയില്ല. അതാണ് ഈ കോമഡി ഉത്സവം എന്നൊരു പേര് നമ്മുടെ കൂടെ ചേർന്ന് കിട്ടുക എന്ന് പറയുന്ന ഒരു വലിയ ഭാഗ്യമായിട്ട് കലാകാരന്മാരെല്ലാം കരുതുന്നുണ്ട്. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമുക്ക് ആ അനുഭവങ്ങളും ഓർമ്മകളും ഒക്കെ പങ്കുവെച്ച സ്ഥിതിക്ക് ഫസലെ, നമുക്ക് PC ജോർജിന്റെ ശബ്ദം ഫസലെ നേടിക്കണമെന്ന് ഒരു റിക്വസ്റ്റ് വന്നിട്ടുണ്ട്. അതുപോലെ ബാലേന്ദ്രൻ സാറും കൂടെ നമുക്കൊന്ന് കേൾക്കാന്ന് വിചാരിക്കും. അത് റജീവ് ആയിരിക്കും പറയാം, അവൻ ജിമ്മടിക്കാൻ പോയി കാണത്തില്ല റജീവ്. അതുപോലെ നിഷാദ് എലിമേരി മെസ്സേജ് ചെയ്യുന്നുണ്ട്. ശ്രീജിത്ത് നായർ വളരെ നല്ല പ്രോഗ്രാമാണ് മെസ്സേജ് ചെയ്യുന്നു. സംഗീത ഗംഗ നിഷാദ് കോമഡി ഉത്സവത്തിലെ കലാകാരനാണ്. അസാധ്യ ഒരു പാട്ടുകാരനാണ്. അപ്പൊ ഇന്ന് സൗദിയിൽ തന്നെയായിരുന്നു ജോലി. ഇപ്പം ഇവിടെ വെച്ച് കോവിഡ് പോസിറ്റീവ് ആയിട്ട് എല്ലാം ക്ലിയർ ആയി ഇപ്പൊ നാട്ടിൽ പോയിരിക്കുകയാണ്. അവിടെ റേഞ്ചിന്റെ ഒരു പ്രോബ്ലം ഉണ്ട്, അല്ലെങ്കിൽ ഇന്നത്തെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ്. അതെ, ശരിയാണ്. തീർച്ചയായും നിഷാദിനെ ഞങ്ങളുടെ എല്ലാ അന്വേഷണം അറിയിക്കുകയാണ്. നിഷാദിനെ വൈകാതെ നമ്മൾ ഈ വേദിയിൽ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അപ്പം സന്തോഷം നിഷാദെ. നല്ലൊരു പാട്ടുകാരനും മ്യൂസിക്കാരനുമാണ്, രണ്ടും ചെയ്യുന്നുണ്ട് നിഷാദ്. ഓക്കെ, ഞങ്ങള് റിയാദിലൊരു പ്രോഗ്രാം ചെയ്തപ്പം നിഷാദും ഉണ്ടായിരുന്നു പ്രോഗ്രാമിൽ. നല്ല കലാകാരനാണ്. അപ്പൊ നിഷാദെ ഇപ്പം ക്വാറന്റൈനിലാണ്. കാര്യങ്ങളെല്ലാം വളരെ പെട്ടെന്ന് റെഡി ആവട്ടെ. നമുക്ക് ഗംഭീരമായിട്ട് അടുത്ത നമ്മുടെ കലാജീവിതം തുടരണം ഗംഭീരമായിട്ട്. ജേക്കബ് നോയൽ ഒരു മെസ്സേജ് ചെയ്യുന്നുണ്ട്. AK ഹരികുമാർ എല്ലാവരെയും അന്വേഷിക്കുന്നു. അപ്പൊ നമുക്ക് ഫസിലിന്റെ 2 ശബ്ദം, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഖൈസ് ബായിയുടെ വാതിലിൽ ആ വാതിലിൽ കേൾക്കാൻ നമ്മൾ കാത്തിരിക്കുകയാണ്. അങ്ങനെ കറങ്ങിത്തിരിഞ്ഞ് നമുക്ക് ആശയുടെ ഒരു ശ്രീലങ്കൻ പാട്ട് കേൾക്കണം.
നമുക്ക് ഈ എനിക്ക് തോന്നുന്ന ആശയൊക്കെ നമ്മൾ ഒത്തിരി നേരം ഇരുത്തി ബുദ്ധിമുട്ടിക്കണ്ടെന്ന് വിചാരിക്കാണ്ട് 10-15 മിനിറ്റ് കൊണ്ട് നമുക്കിത് വൈൻഡപ്പ് ചെയ്യാം. ഫസൽ എന്റെ അടുത്ത് പറഞ്ഞതാണ് നമുക്ക് ഒരുപാട് നേരം കൊണ്ടുപോകണ്ട, 1 മണിക്കൂർ ചവിട്ടാന്ന് വിചാരിച്ചാണ്. അപ്പൊ ഏതാണ്ട് 1.25 മണിക്കൂർ കഴിഞ്ഞു. ആക്ച്വലി എനിക്കൊരു ചെറിയൊരു പരിപാടി ഉള്ളതാണ്. അത്യാവശ്യമുണ്ട് 10:30 പോയാ മതി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ ഇങ്ങനെ ഇരുന്നത്. ആശയ്ക്ക് എത്ര മണിക്കാണ് പോകേണ്ടതെന്ന് ആശ പറഞ്ഞാൽ മതി. ലീവ് ചെയ്യേണ്ട സമയത്ത് ആശ പറഞ്ഞാൽ മതി. നമ്മളൊന്ന് കറങ്ങി 10:30 അവിടെ എത്തിയാൽ മതി. അപ്പൊ കുറച്ച് കഴിഞ്ഞ് ഞാൻ എന്തായാലും ഓക്കെ നമുക്ക് 15 മിനിറ്റിനുള്ളിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഫസലെ ഇടാ ഞാനേടാ കാനഡ വരെ ഒന്ന് പോയിരുന്നടാ. ഇളയമോന്റെ അടുത്ത് വരെ. ഇളയമോനങ്ങ് കാനഡയില്ല. അല്ല, പുതിയ താമസക്കാരില്ലയോ? ആലീസി വിളിച്ചപ്പോ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളുടെ കാര്യമേ. അല്ല, എനിക്കൊരു നോട്ടമുള്ള ഒരു ഫ്ലാറ്റ് ആയിരുന്നു അത്. 40 പേര് ഞാൻ പറഞ്ഞു. നിങ്ങൾ അതിൽ കൂട്ടിയാ വാങ്ങിയതില്ലയോ? അല്ല, ഞാൻ അങ്ങോട്ട് നിക്കട്ടെ. അടയാ ഈ സാധനേ ഇനി അങ്ങേര് പോലും ഇത്ര പെർഫെക്റ്റ് ആയിട്ട് പറയുന്നത്. ഇവന്റെ സൗണ്ടിൽ എവിടെയൊക്കെ ഉണ്ട് പറയുന്നത്. ഞാൻ ഈ വോയിസ് ചെയ്തിട്ട് കോമഡി ഉത്സവത്തിൽ പങ്കെടുത്തിട്ട് ഞാൻ അദ്ദേഹത്തിന് ഈ വോയിസ് ഇട്ട് കൊടുത്ത്. എന്റെ നമ്പർ വന്ന് ഞാൻ അദ്ദേഹത്തിന് വോയിസ് ഇട്ട് കൊടുത്ത് അദ്ദേഹം നല്ല അഭിപ്രായം പറഞ്ഞു. സൂപ്പറാ സൂപ്പർ. ഫസലിന്റെ വോയിസിൽ ഈ പറഞ്ഞ പോലെ ഈ ബാലേന്ദ്രൻ സാർ അതുപോലെ ചില ആൾക്കാർ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നത് മേഘനാഥൻ കൃത്യമായിട്ട് കിടപ്പുണ്ട്. അതെ, എല്ലാ ഗുണ്ടകളും അവന്റെ സൗണ്ടിലുണ്ട്. അതെ, ഞാൻ പാവം. സ്വന്തമായിട്ട് അങ്ങനെ ആരും പറയരുത്. ഞാൻ പാവമാണ്. ആശ ഞാൻ പാവല്ലേ? ആശയ്ക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ടാണ് ആശ പറഞ്ഞത് കേട്ടോ. ഫസലിനെ ആശയ്ക്ക് നന്നായിട്ട് അറിയാം. ഇസ്മയിൽ PLM, ഇസ്മയിൽ PTM, ആശ ഷിജു സൗദിയിലെ പ്രശസ്ത ഗായിക എന്ന് പറഞ്ഞൊരു മെസ്സേജ്. മഴചാറും ഇടവഴിയിൽ ആശ ഒന്ന് പാടുമോ എന്ന് റജീബ് ഖാൻ. ആശ അത് ഞാൻ കാത്തിരുന്നത് റജീബിന്റെ റിക്വസ്റ്റ് ആയിരിക്കും. അത് കാത്തിരുന്നത് ചോദിച്ചില്ല. എന്താ ചോദിക്കാതെ? അത് മേ ദുനിയ ഭൂലാ ദൂങ്കെ എന്ന് പറഞ്ഞൊരു പാട്ട് ജേക്കബ് നോയൽ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കുറച്ച് റിക്വസ്റ്റും വരുന്നുണ്ട്. നമുക്ക് ആശയുടെ പാട്ടിലോട്ട് വരാം. അതിനു മുമ്പ് എനിക്ക് തോന്നുന്നു ഖൈസ് ബായിലേക്ക് നമുക്ക് പോയാൽ. ഇപ്പോൾ നമ്മുടെ നേരത്തെ ആ വാതിലിൽ കേൾക്കാൻ വേണ്ടി ഞങ്ങൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. നേരത്തെ ഇങ്ങനെ വാതിലിൽ, അതെ, നമുക്ക് വാതിലിലൂടെ ഒന്ന് പോകാൻ. അതെ, ഒരു വ്യത്യസ്ത പടമായിരുന്നു അത്. അതെ, വളരെ വ്യത്യസ്തമായിട്ടുള്ള. അതെ, ഖൈസ് ബായ്. അപ്പൊ അതിനു മുമ്പായിട്ട് എനിക്കൊരു എനിക്ക് ഇവിടെ ഒരു ബാൻഡ് ഉണ്ടാക്കിയിട്ടുണ്ട്. സ്കോർപിയോൺസ് എന്ന് പറഞ്ഞിട്ട് കുറച്ച് കലാകാരന്മാരെ രൂപീകരിച്ച് നമ്മൾ ബാൻഡ് ഓൾമോസ്റ്റ് എല്ലാ ഇൻസ്ട്രുമെന്റ്സും ഉണ്ട്. ഡ്രംസ്, കീബോർഡ്, ഗിറ്റാർ, വയലിൻ, ബേസ് എല്ലാം ഉണ്ട്. അങ്ങനെ നമ്മളൊരു കുറെ കളക്ട് ചെയ്തിട്ട് ബാൻഡ് ക്രിയേറ്റ് ചെയ്തിട്ട് അത്യാവശ്യം ഞങ്ങൾ എല്ലാ ആളുകളും ബാൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്റെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ ഫ്രണ്ട്സാണ്. അപ്പൊ അവർക്ക് എല്ലാവരും ഹായ് പറയണം സ്കോർപിയോൺസ് ബാൻഡിന് വേണ്ടി. തീർച്ചയായിട്ടും സ്കോർപിയോൺസ് ബാൻഡിന് വേണ്ടി ഞങ്ങളുടെ എല്ലാവരുടെയും അന്വേഷണം ഞങ്ങൾ അറിയിക്കുകയാണ്. എല്ലാവർക്കും ആശംസകൾ. ഹായ് ഹായ് ഹായ്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എന്റെ എല്ലാ സൗണ്ട് എഞ്ചിനീയേഴ്സ്, പല സൗണ്ട് എഞ്ചിനീയേഴ്സ് ഉണ്ട് സപ്പോർട്ട് ചെയ്യുന്ന. വിൻസ് ഭായ്, ജിജി ഭായ്, വിനോദ്, പിന്നെ സുനിൽ, ജോബി, എല്ലാവർക്കും ഹായ്. എല്ലാവർക്കും ഹായ്. എല്ലാവർക്കും ഹായ് 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 ഹായ്. യെസ്.
സൂപ്പർ സൂപ്പർ. ഗംഭീരാക്കി. അങ്ങനെ ഖൈസ് റഷീദ് ദമാമിലിരുന്ന് സാക്സോഫോൺ കൊണ്ട് തകർക്കുകയാണ് ഈ രാത്രിയിൽ. അപ്പൊ ഖൈസിൽ നിന്ന് നമ്മള് വിഷ്ണുവിന്റെ അടുത്ത നമ്പറിലേക്ക് പോകാമെന്ന് വിചാരിക്കുന്നു. വിഷ്ണു, നമ്മുടെ വിനയ് ഫോർട്ടിന്റെ ശബ്ദമാണ് നമ്മൾ കേൾക്കുന്നത്. സിമ്പിൾ. ജാവ വളരെ സിമ്പിൾ ആണ്, പവർഫുൾ, ഭയങ്കര പവർഫുൾ ആണ്. നിങ്ങളുടെ ഇംഗ്ലീഷിന്റെ ടെക്സ്റ്റ് ബുക്കില് 25ാമത്തെ പേജില് പുറത്തേക്ക് തലയിട്ട് നോക്കുന്ന പൂച്ച, ഇറച്ചി കഷ്ണം തിന്നുന്ന പട്ടി, സാറിന് വല്ലതും മനസ്സിലായോ? എനിക്കും കൃത്യമായിട്ടൊന്നും മനസ്സിലായില്ല. ഇവിടെ പോലീസ് സ്റ്റേഷന്റെ ഫ്രണ്ടിൽ ആരാണ് ബൈക്ക് കൊണ്ടുവച്ചത്? അതെന്താ പാർക്കിംഗ് ബോർഡ് ഉണ്ടോ? നിന്റെയൊക്കെ കുത്തിക്കഴപ്പ് കാണിക്കാനുള്ള സ്ഥലമല്ല പോലീസ് സ്റ്റേഷൻ. അടിപൊളി അടിപൊളി അടിപൊളി, സൂപ്പർ സൂപ്പർ സൂപ്പർ. വിഷ്ണു, നമുക്ക് അടുത്തൊരു നമ്പറോട് ഇറക്കിയാലോ വിഷ്ണു? അല്ല, ആശയാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. ആശയ്ക്ക് ഇപ്പൊ വരാം, ഒന്നുകൂടെ ചെയ്തിട്ട് ആശ വെയിറ്റ് ചെയ്തു. നമ്മുടെ കമ്മട്ടിപ്പാടത്തിനകത്തെ ക്ലൈമാക്സ് ദുൽഖറിന്റെ. വാ. അതെടാ, ഞങ്ങള് തെരുവട്ടികൾ കൊടമകളില്ല, പക്ഷെ തമ്മി ഊരുണ്ട്. ചത്താലും ഞങ്ങൾ ഒറ്റ കേട്ട. പിന്നെ നിന്റെ എറണാകുളം സിറ്റി അതിന് വലിയ ഉറപ്പൊന്നുമില്ലടാ. അത് കെട്ടിപ്പൊക്കിരിക്കുന്നത് കമ്പി സിമെന്റ് കൊണ്ടൊന്നുമല്ല, കറുത്ത കട്ട പിടിച്ച ചോര കൊണ്ട്. ഗംഗയുടെ ഒക്കെ ചോരക്ക് ചോരയുടെ വിളി കേക്കടാ. അടിപൊളി അടിപൊളി, സൂപ്പർ ഡിയർ, സൂപ്പർ സൂപ്പർ വിഷ്ണു. തകർത്തു. ഇനി കറങ്ങി പോരട്ടെ. നീ സിനിമയുടെ ക്ലൈമാക്സ് മാത്രമേ കാണാറുള്ളൂ വിഷ്ണു? എങ്ങനെയെങ്കിലും ഒപ്പിച്ചെടുക്കുന്നേടെ ഓരോന്നും. അങ്ങനെ നമ്മള് വിഷ്ണുവിന്റെ തകർപ്പൻ പ്രകടനങ്ങളിൽ നിന്ന് നമുക്ക് ആശയുടെ പാട്ടിലോട്ട് പോവാം അല്ലെ ഫസലെ? ശ്രീലങ്കൻ, അതുപോലെ ഒരു അറബി പാട്ട് പാടാൻ പറ്റുമെന്ന്. ഒരു ശ്രീലങ്ക പാട്ട് പാടുമ്പോ പേപ്പർ എഴുതിയെടുക്കണം. അറബി പാട്ട് പാടും. പാണ്ടെന്ന് പറഞ്ഞാ മതി. എന്തായാലും ഞാൻ പറഞ്ഞില്ലേ ഫിറോസിക്ക, അത് പാടുന്ന ലിസ്റ്റ് അങ്ങ് കൊടുത്താൽ മതി. അപ്പൊ ഏതായാലും നമുക്ക് ആശ ഉടനെ ഫ്രീ ആക്കേണ്ടതുള്ളത് കൊണ്ട് ആശയ്ക്ക് എന്തായാലും 10:30 ഒരു സ്ഥലത്ത് എത്തേണ്ടതാണ്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ആശ ഒരു ഇപ്പൊ ശ്രീലങ്കൻ പാട്ട് ഓൾറെഡി ഇപ്പം ഫസൽ തന്നെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളതാണ്. പിന്നെ ഒരു അറബി പാട്ടിന് റിക്വസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മുടെ മഴചാറും ഇടവഴിയിലും ഉണ്ട്. ശ്രീലങ്കൻ പാട്ട് എന്ന് പറയുന്നത് സിൻഹലീസ് ആണ്. സിൻഹല പാട്ടിനാണ് ശ്രീലങ്കൻ പാട്ട്. ശ്രീലങ്കൻ പാട്ട് ഉദ്ദേശിക്കുന്നത് അവരുടെ പ്രോഗ്രാമിന് സിൻഹല ശ്രീലങ്കൻ ബാൻഡ് ഉണ്ട് ഇവിടെ. അവരും ഇതുപോലെ തന്നെ ലൈവ് ആണ്, കരോക്കെ അല്ല. അപ്പൊ അവരിത് പാട്ട് വരും, ഞാൻ മലയാളത്തിൽ എഴുതും, പഠിക്കും, അങ്ങനെ തന്നെയാണ്. ഒരു സിൻഹല പാട്ട് സിൻഹല പാട്ടിൽ തുടങ്ങാൻ മതി.
സന്ദേഹലും സിനാസി മേരെ ശീതലേ തരൂ കദാ കരാവി രഹസ്യ ആദരേ ആവാ സോയാളാ മാഗി ഗയാളാ ओ बसन स्वामी से मी चारिकावे संदेकलुम सिनासी मेरे शीतले तरु कदा करावी रहस्य आदरे ഒരു കൂടുതൽ പാടിയാൽ ആർക്കും മനസ്സിലാകത്തില്ല. ഒരു സെക്കൻഡ് അതിന്റെ അർത്ഥം പറഞ്ഞു തരുമോ? എനിക്കറിയാമെങ്കിൽ ഞാൻ അന്നേ ഇതിൽ നന്നായിട്ട് പാടിയ ഞാൻ ഇവിടെ എഴുതിയെടുത്തടാ ഫൈസലേ, നിന്റെ മേല സൗദി കണ്ടേക്കരുത്. അങ്ങനെയാന്ന് തോന്നുന്നു. അങ്ങനെ ആയിരിക്കും നിന്നെ ഉദ്ദേശിച്ചായിരിക്കും പറഞ്ഞത്. എന്നാലും റൊമാൻറ്റിക് ഗാനമാണെന്ന് അറിയാം, അല്ലാതെ അതിനെ കുറിച്ച് കൂടുതലൊന്നും ഫിലിപ്പീൻസ് പാട്ടറിയോ? ഫിലിപ്പീൻസ് അറിയില്ല. അത് പഠിക്കണം. വേണമെങ്കിൽ അടുത്ത നമ്മുടെ പരിപാടിക്ക് ചിലപ്പോ അത് പാടും. അതെ, ഫിലിപ്പീൻ പാട്ട് പാടിക്കളയും. അപ്പൊ നമുക്ക് ആശ നമുക്ക് ഒരു അറബി പാട്ടിലോട്ട് പോയാലോ? ഓക്കെ. അറബി പ്രോഗ്രാംസിന് പോകാറുണ്ടോ? സൗദീസിന്റെ ലേഡീസ് ആണ് കൂടുതലും അറബി പ്രോഗ്രാംസ് കിട്ടാറുള്ളത്. ലേഡീസ് പ്രോഗ്രാം കിട്ടാറുണ്ട്. അതുപോലെ തന്നെ അവരുടെ കല്യാണത്തിന് സെപ്പറേറ്റ് ആണല്ലോ, ലേഡീസ് ജെന്റ്സ് സെപ്പറേറ്റ് അല്ലേ. അപ്പൊ ലേഡീസിന്റെ സൈഡില് പാട്ട് ഉണ്ടാവും, ജെന്റ്സിന്റെ സൈഡില് ജെന്റ്സ് പാട്ടുകാരും ഉണ്ടാവും. അപ്പൊ ഞാൻ ഇവരുടെ പ്രോഗ്രാമിന് പോകാറുള്ളതാണ്. ലേഡീസ് മലയാളികളുടെ പ്രോഗ്രാമിന് പോകാറുണ്ടോ? അത് ചോദ്യം നമ്മള് മലയാളികളില്ല, അതെന്താ? അല്ല, ഷിജി ചേട്ടന് സമ്മതിക്കണം, ഇവിടെ എല്ലാം ഓടി എത്തണ്ടേ? ഷിജി ചേട്ടന് ബിഗ് സല്യൂട്ട്. എല്ലാം കൂടെ നിൽക്കുന്നതിന്. ഈ അവസരത്തിൽ പറഞ്ഞില്ലെങ്കിലേ അത് നമുക്ക് വലിയ ഇതായി പോകും. അടുത്ത ലൈവിന് വിളിച്ചാൽ വരത്തില്ല, അത്രേ ഉള്ളൂ. അത് ക്ഷീണിച്ചേട്ടാ വിടുക, അതൊക്കെ വിടുക. ഇല്ല ആശ വിടത്തില്ല, നമ്മൾ പറഞ്ഞാൽ വരത്തില്ല. അപ്പൊ ആശയുടെ അറബിക് പാട്ട് കേൾക്കാം നമുക്ക്. وانا بني ديكم بوسوداني مش هالسجارة ما إنه كان بيقولك لا مش هي كلام يا وانا بني دي بوسوداني مش هالسجارة ما إنه كان بيقولك لا مش هي كلام هشتكي منه تبابنا لكني ولا ماني ما خلصت أنا أهني لتاني أسمع لوغاني درست حفظت فهمت أنا لا الله يسجلي تاني لا الله يسمع قلبي لا الله مشاعري ما يسيدي لا الله بهني تاني لي أشتكي منه تبعد عنه لكني ولا ماني ما خلصت أنا. ഇത് സത്യം പറഞ്ഞ വലിയ അനുഗ്രഹമാണ് ആശ, അല്ലെ? സത്യത്തില് നമ്മളൊരു വിദേശ രാജ്യത്ത് ജീവിക്കുമ്പോ അവർക്ക്, അവിടുത്തെ ആളുകൾക്ക്, അവിടുത്തെ സ്വദേശികൾക്ക് വേണ്ടി പാടാൻ പറ്റുന്നു, പല ഭാഷക്കാർക്ക് വേണ്ടി അവരുടെ പാട്ടുകൾ, അവരുടെ വേദികളൊക്കെ കിട്ടുന്നു. വലിയ ഭാഗ്യമാണ്. അത് നമുക്ക് അസൂയ തോന്നുന്ന ഒരു കാര്യമാണ്, അല്ലേ വിഷ്ണു? പിന്നെ അല്ലാതെ ഞാനും പാടും. മറ്റേ ചൂട് ചേമ്പൊക്കെ എടുത്ത് വായിലിട്ട് കഴിഞ്ഞാൽ അറബിയൊക്കെ വരുന്നത്. അതെല്ലാം വഴങ്ങുന്നുള്ളത് വലിയ കാര്യമാണ്. കറക്റ്റ് ഇത് കിട്ടുന്നുണ്ട്. അല്ല, ഇതൊക്കെ നമുക്ക് കാര്യം, ഇതൊക്കെ നമുക്ക് അഭിമാനിക്കേണ്ട കാര്യമാണ്. കാര്യം നമ്മൾ പ്രവാസികൾക്കും അതുപോലെ തന്നെ നമ്മുടെ ഫ്ലവേഴ്സ് ചാനൽ കോമഡി ഉത്സവം കലാകാരന്മാർക്കും പ്രവാസികൾക്കും എല്ലാം ഒരുപോലെ അഭിമാനിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. നമ്മളെ ഒരു സഹോദരി ഇങ്ങനെ എല്ലാ ഭാഷകളിലും പങ്കെടുക്കുന്നു എന്ന് പറയുമ്പോൾ
അതെ, പ്രവാസി മലയാളികൾക്കും കേരളത്തിനും ഒക്കെ അഭിമാനമാണ്. സപ്പോർട്ട് കൊണ്ട് മാത്രമാണ് അത് പറയണമല്ലോ. തീർച്ചയായിട്ടും പ്രവാസി സുഹൃത്തുക്കൾ എന്നെ എത്രമാത്രം അവരെന്നെ സപ്പോർട്ട് ചെയ്യുന്നതെന്ന് എനിക്കൊരു വാക്കുകളിൽ ഒതുക്കാൻ പറ്റില്ല. കാരണം അവരാണ് എന്റെ എല്ലാ ഉയർച്ചയ്ക്കും എനിക്ക് വന്ന എല്ലാ ഭാഗ്യത്തിനും കാരണം അവർ തന്നെയാണ്, യാതൊരു സംശയവും. അതുപോലെ എന്നെ പിന്തുണച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് സൗദി പ്രവാസികൾ. അതെ, തീർച്ചയായിട്ടും. അപ്പോ എല്ലാ പ്രവാസികൾക്കുമുള്ള സ്നേഹം കൂടി ഈ വേദിയിൽ ആശ ഷിജു അറിയിക്കുകയാണ്. പക്ഷെ നമുക്ക് ഈ മഴചാറും ഇടവഴിയിലോട്ട് പോണോ? പോവാം. ഓക്കെ. ഒന്നാമത് ഇന്നലെ ചെല്ലാത്തൊരു എന്നോട് കരിപ്പ. അതെ അതെ അതെ. മഴചാറും ഇടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പു പോൽ കുളിർ കാറ്റു പോലെ ചാരി വന്നോളേ, എന്റെ ചാരി വന്നോളേ. മഴചാറും ഇടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ മേലത്തറു പൂശിയണയും ഇളവയിൽ തുമ്പി കരള് നിറയണ കാര്യമേറെ ഞാൻ ചൊല്ലുവാൻ വെമ്പി. കദളി വാഴ കയ്യിലാടണ ചെറുമണിക്കുരുവി കണ്ണ് നിറയണ കാവ്യമെന്തിന് നീ എനിക്കേകി. എന്റെ നീലാകാശമാകെ നീ പറന്നോളൂ, എന്റെ നീലാകാശമാകെ നീ പറന്നോളൂ. എന്റെ നെഞ്ചിൽ മുഞ്ചു കൂടിയ കൂടുവച്ചോളൂ, എന്റെ നെഞ്ചിൽ മുഞ്ചു കൂടിയ കൂടുവച്ചോളൂ. മഴചാറും ഇടവഴിയിൽ നിഴലാടും കൽപ്പടവിൽ ചെറുവാലൻ കിളിയുടെ തൂവൽ പോൽ ഇളം നാമ്പു പോൽ കുളിർ കാറ്റു പോലെ ചാരി വന്നോളേ, എന്റെ ചാരി വന്നോളേ. ഇല്ലക്ക, നമ്മള് വേറെ കുറെ രാജ്യങ്ങൾ കറങ്ങി അടിച്ചു പോയിട്ടേ കേരളത്തിൽ വന്ന് നമ്മുടെ ഫ്ലൈറ്റ് കൊണ്ട് വന്ന് ഇറങ്ങുമ്പോ കാക്കകളൊക്കെ കരയുമ്പോ കിട്ടുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ആ ഒരു സന്തോഷമാണ്. വേറെ മലയാളത്തിൽ ബംഗ്ലാദേശ്, ശ്രീലങ്ക, സൗദി അറേബ്യ, ലാൻഡിങ് കേരള. കണക്ഷൻ ഫ്ലൈറ്റ്. അപ്പം ആശ അങ്ങനെ കേരളത്തിൽ ലാൻഡ് ചെയ്തിരിക്കുകയാണല്ലേ അവസാനം? അതെ. അപ്പൊ ആശയ്ക്ക് തന്റെ 10:30 പ്രോഗ്രാമും ഉള്ളതാണ്. നമുക്ക് എങ്കിൽ ഫസലെ നമുക്ക് 1-2 സംഭവങ്ങളിലൂടെ പെട്ടെന്ന് അവസാനിപ്പിച്ചാലോ? നമുക്ക് അങ്ങനെയാണെങ്കിൽ നമുക്കൊരു നിർത്താം. നീ എന്താടാ ചെയ്യാത്തെ? ഞാൻ ചെയ്യാം. ഞാൻ മേഘനാഥന്റെ കൂടി ചെയ്യാം. എന്തായാലും അതുകൂടെ ചെയ്യാം. എന്തായാലും വില്ലൻ കഥാപാത്രമല്ലേ. ഒന്ന് നിന്ന് പോകാൻ ധൃതി വെക്കാതെ ഒരു കാര്യം പറയട്ടെ. എടി തള്ള, ഈ കുന്നിലെ പോലീസ് ഏമാമാര് കുറെ വന്നിട്ടുണ്ട്. ഇവിടത്തേക്ക് വേണ്ടാത്തവരെ പറഞ്ഞ് അയച്ചിട്ടുമുണ്ട്. മോന്റെ പോലീസ് കളിയുണ്ടല്ലോ, അതത്ര നന്നല്ല. ഞങ്ങളുടെ ആൾക്കാരെ പിടിച്ചോണ്ട് പോയി തല്ലിയ പുലിമുറ്റത്തെ മക്കൾ ഗോതമ്പുണ്ടെന്ന് സ്വപ്നം കാണുക. തിരിച്ചു പോകുമ്പോ തള്ള കെട്ടയ്ക്ക് പോയാൽ മതിയോ? മുന്നാരെ മോനെ കൂടെ കൂട്ടണ്ടേ? ആരും ചെയ്യാത്ത സാധനങ്ങളൊക്കെ പിടിക്കുന്നു. അതൊക്കെ നമുക്ക് ഇതൊക്കെ ചെയ്യാനൊരു അവസരം കിട്ടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കോമഡി ഉത്സവത്തിൽ എത്തിപ്പെടാനും സാധ്യത കിട്ടിയത് ഈ കോമഡി നമ്മുടെ വാട്സപ്പ് കൂട്ടായ്മയാണ്. വിഷ്ണു,
അതെ അതെ വിഷ്ണു, അപ്പൊ നമുക്ക് കോമഡി വിഷ്ണുവിന്റെ ഒരു സംഭവം കൂടെ. നമ്മൾ ഇത്ര നേരം സിനിമാ താരങ്ങളല്ലേ ചെയ്തേ, ലാസ്റ്റ് ഒരെണ്ണം ചെയ്യാം. മറ്റേ നമ്മുടെ ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രിമാർ, നമ്മുടെ അച്യുതാനന്ദൻ സാറും അതുപോലെ ഉമ്മൻചാണ്ടി സാറൂടെ ചെയ്യുന്ന ഒരു നമ്മുടെ ഈ അടുത്ത കാലത്ത് വന്നൊരു പരസ്യം ഇവർ രണ്ടുപേരോട് ചെയ്ത് അങ്ങനെ ചെയ്യുന്നുണ്ട്. ഒരു തമാശ രീതിയിൽ ചെയ്യുന്നുണ്ട്. യോഗി വന്നു പാലിക്കുടി, കുടിക്ക മാറ്റേത് നീ എന്നാ പണ്ണുവേ. യോഗി വന്നു പാലേ കുടി, കുടിക്ക മാറ്റേത് എന്താ പണ്ണുവേ. നിന്റെ அப்பா கிட்டே சொல்லுவே இப்ப குடிக்கிற நியமசபை போகும்போ என்ன பண்ணுவே. കൈസുക്കെ കുറിച്ച് ഒരു വിവരമില്ലല്ലോ. അതെ, നമുക്ക് ഖൈസിന്റെ ഒരു ചെറിയൊരു ഒരു ഈണത്തിൽ നമുക്ക് ഇത് അവസാനിപ്പിക്കാമെന്ന് വിചാരിക്കുകയാണ്. കൈസ, നമുക്ക് ആ ഒരു ഈണത്തിൽ നമുക്ക് ഹിന്ദി തന്നെ പോകാൻ തോന്നുന്നല്ലേ? തമിഴ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മള് മലയാളവും ഹിന്ദിയും തമിഴ് നോക്കാം. തമിഴ് നോക്കാം. ഇളയരാജയുടെ ഒരു സോങ് ഉണ്ട്, അത് കാച്ചിക്കും. ഇതിനിടയിൽ ആശയ്ക്ക് സമയമായെങ്കിൽ ആശ ലീവ് ചെയ്തോളൂ കേട്ടോ. കാര്യം അവിടെ ഈ പ്രോഗ്രാം കാരണം മറ്റേ പ്രോഗ്രാം താമസിക്കരുത് കേട്ടോ. ഇല്ല, ഒരു ചെയിൻ സോങ്ങിന്റെ പഴയ പാവെന്ന് പറ. ഇപ്പത്തെ 9:56. കുഴപ്പമില്ല, ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇറങ്ങിക്കോളാം. പെട്ടെന്ന് തീർക്കാം. അതെ, നമ്മ തമിഴിലേക്ക് പോവാം അല്ലേ? തമിഴിലേക്ക്. ഓക്കെ, ഒരു ഇളയരാജയുടെ ഒരു വണ്ടർഫുൾ പീസാണ്, റൊമാൻറ്റിക് സോങ്.
സൂപ്പർ സൂപ്പർ. ഖൈസ് റഷീദ് ദമാമിൽ നിന്ന്. അപ്പൊ ഖൈസ് റഷീദിന്റെ ആ സാന്ദ്രമായ ഈണത്തിൽ നമുക്ക് ഇന്ന് രാത്രിയിലെ ഈ ചെറിയ കൂട്ട് ഈ കോമഡി ഉത്സവം സംഗീതം ഈ സ്പെഷ്യൽ പ്രോഗ്രാം ഞാൻ നമ്മള് എനിക്ക് തോന്നുന്നു സാങ്കേതിക സഹായമൊക്കെ അവന്മാരാണ് ചെയ്യുന്നതെന്നാ തോന്നുന്നത്. ആ മിടുക്കന്മാരായ രണ്ടുപേരെ നമ്മൾ ഇതിലോട്ട് കേറുമ്പോ തന്നെ കണ്ടിരുന്നു. ഫവാസ്, ഹായ് ഫവാസ്. ഫവാസെ സാക്സോഫോൺ ഒക്കെ പഠിച്ചു വെച്ചിട്ടുണ്ടോ? ഫവാസ് ഫർഹാനെ വാ, കാണുന്നില്ല. ഫർഹാനെങ്കിൽ വാ, കാണുന്നില്ല. അറിയോ ഫർഹാൻ കണ്ടിട്ടുണ്ട്. ഞങ്ങള് വന്നപ്പോ നമ്മളെ കണ്ടു. അപ്പൊ ഇവരാണ് മിക്കവാറും വീഡിയോസ് ഒക്കെ കവർ ചെയ്യുന്നത്. പിന്നെ ഞാൻ തന്നെ മൊബൈലിലാണ് എഡിറ്റ് ചെയ്യുന്നത് കംപ്ലീറ്റ് വീഡിയോ. ചെയ്യാവുന്നത് ഈ നേരത്ത് നമുക്ക് കൊറോണയും സാഹചര്യം കൊണ്ട് കുറെ ആൾക്കാർ ഇങ്ങനെ മാനസികമായിട്ട് ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ നമ്മൾ ചില പോസ്റ്റുകൾ ഇടുമ്പോൾ അവർക്ക് അതുകൊണ്ട് സന്തോഷം കിട്ടുകയാണെങ്കിൽ അതായിരിക്കും. അതെ, എനിക്ക് തോന്നുന്നു ഈ കോവിഡിന്റെ പ്രതിസന്ധിയിൽ ഏറ്റവും കൂടുതൽ നമ്മളെ തിരിച്ചു പിടിച്ചത് സംഗീതമാണ്. സംഗീതത്തിന്റെ ആ മാനസിക ശക്തിയാണ്. അതിനൊരു പ്രത്യേക ഒരു മാജിക് ഉണ്ട്. നമുക്ക് ഒരു മെന്റലി ഒരുപാട് സന്തോഷം തരുന്ന ഒരു സംഭവമാണ് മ്യൂസിക്. ഇങ്ങനത്തെ ഒരു സാഹചര്യം കടന്നു പോകുമ്പോൾ നമ്മൾ ക്ലാസ്സിന് നേരത്തെ പറഞ്ഞ മാതിരി തന്നെ നമ്മുടെ നാട്ടിൽ ഒരുപാട് കലാകാരന്മാർ ഈ ടൈമിൽ ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നത് വളരെയധികം ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാവർക്കൊക്കെ വേണ്ടിയിട്ട് അതെ, അവരെല്ലാം ഓർക്കുന്നു. ഉപജീവനത്തിന് വേണ്ടി അല്ലെങ്കിൽ അരവയർ നിറയ്ക്കാൻ കലയെ ഉപജീവിക്കുന്ന ഒരുപാട് പേര് കേരളത്തിൽ മാത്രമല്ല ലോകത്തെമ്പാടുമുണ്ട്. അവരെല്ലാവരെയും ഓർക്കുന്നു. അതെ, നമുക്ക് നമ്മുടെ സങ്കല്പങ്ങൾക്കും അപ്പുറത്ത് അങ്ങനെ ഒരുപാട് പേരുണ്ട്. തെരുവിൽ പാട്ടുപാടി ജീവിക്കുന്നവരടക്കം അങ്ങനെയുള്ള ഒരുപാട് പേരെ ഓർക്കുകയാണ് ഈ രാത്രിയിൽ ഞങ്ങൾ. അറേബ്യൻ കോമഡി ഉത്സവത്തിൽ നമുക്കൊപ്പം ഉണ്ടായിരുന്ന ആശാ ഷിജു സൗദി അറേബ്യയിലെ ജദ്ദയിൽ നിന്ന് ഒത്തിരി സ്നേഹം അറിയിക്കുകയാണ്. ആശാ ഷിജുവിന് ഫസിൽ ഓച്ചിറ മക്കയിൽ നിന്ന്, വിഷ്ണു കടമ്പനാടൻ ബുറൈദയിൽ നിന്നാണ്, സൗദി അറേബ്യയിലെ ചേർന്നത്, ഖൈസ് റഷീദ് തമാമിൽ നിന്ന്. അപ്പൊ നമുക്ക് സന്തോഷമായിട്ട് പിരിഞ്ഞുപോയി വീണ്ടും അടുത്തൊരു ദിവസം വീണ്ടും കൂടാമെന്ന് വിചാരിക്കുകയാണ്. എല്ലാവർക്കും സ്നേഹം അറിയിക്കട്ടെ. പോയാലോ നമുക്ക്? ഒരുപാട് നന്ദി, സ്നേഹം സാർ. നമ്മളെ കണ്ടുകൊണ്ടിരുന്നവർക്ക് പ്രത്യേകിച്ച് ഒത്തിരി ഞങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം അറിയിക്കുകയാണ്. താങ്ക് യു. ഗുഡ് നൈറ്റ് ടു ഓൾ. ഓക്കെ, താങ്ക് യു.